ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചതിനോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്വന്തം വീണ്ടും ഒരിക്കൽ കൂടെ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും കൊണ്ട് സ്നേഹത്തെയും നന്ദിയെയും ഇന്ന് പകൽ നേരം അടിയൻ അറിയിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഈ കർത്തൃ ദിവസത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കൃപ ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. കർത്താവിന്റെ മഹത്വത്തെ ഉയർത്തുവാൻ, കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാനൊക്കെയും കർത്താവ് നമ്മളെ സഹായിച്ചു. ദൈവമക്കളെ സ്വന്തം കർത്താവ് അധികമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദൈവസഭയിലേക്ക് സുഹൃത്തും ചാരനുമായി കേൾക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. കടന്നു വരുവാൻ കഴിയുന്നവരൊക്കെയും തൊടുവിടെ വരുന്ന സമയത്ത് ഇവിടെ കടന്നു വരുവാനായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവസഭയിൽ വരുവാനായിട്ട് സ്വന്തം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. സ്വന്തം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കട്ടെ. കർത്താവ് വിടുവിക്കുന്ന കർത്താവാണ്. കർത്താവിന്റെ കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ തീർച്ചയായും ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവവചനത്തിന്റെ ആഴങ്ങളെ ചിന്തിക്കുവാനും പരിശോധിക്കുവാനും ഇടയായിത്തീർന്നു. ഇന്ന് പകൽ നേരം നമുക്ക് ചില വിഷയങ്ങളെ നമുക്ക് ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചില വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ചിന്തിക്കാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവവചനത്തിലെ പല വ്യത്യസ്തമായ വിഷയങ്ങൾ ചിന്തിക്കാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽ നേരം നമുക്ക് സ്തോത്രം ഒരു കുറുവാക്യം നമുക്ക് വായിച്ചതിന് ശേഷം ദൈവത്തിന്റെ ആത്മാ നൽകിയ ചില വചനങ്ങളിലേക്ക് പോകാൻ ഞാൻ ക്രിസ്തു ശരണപ്പെടുന്നു. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം, ആരാധിക്കാം. പത്രോസിന് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായം സ്തോത്രം അതിന്റെ 6-ും 7-ഉം വാക്യം ഞാൻ വായിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ സ്തോത്രം 6-ഉം 7-ഉം വാക്യം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്ന ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേല് ഇട്ടുകൊള്ളുവിൻ. സ്തോത്രം. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നമുക്ക് നേരം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം കർത്താവ് നമുക്ക് നൽകി. സ്തോത്രം. വളരെ ചിന്തനീയമായ ഒരു ഭാഗമാണ് നമ്മൾ ഈ വായിച്ചത്. ഇവിടെ സ്തോത്രം ആത്മാവിലൂടെ വെളിപ്പെടുന്ന ഒരു ഭാഗം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ വളരെ ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. കർത്താവിന്റെ കരത്തിൻ കീഴിൽ നാം താണിരിക്കണം. കർത്താവിന്റെ കരത്തിൽ നാം സ്തോത്രം താണിരിക്കുന്നെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. എന്താണ് അവിടെ പറയുന്നത് ഒന്ന് നമുക്ക് നോക്കാം. അവിടെ പറയുന്നത് അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവാൻ. അടുത്തത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ കർത്താവിന്റെ കരത്തിൽ താണിരിക്കുന്നതെന്ന് അറിയാവോ? നമ്മെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു ആലോചനയുണ്ട്. ആലോചനയുള്ളവന്റെ കരത്തിൻ കീഴിലാണ് നമ്മൾ താണിരിക്കേണ്ടത്. എന്നെ കുറിച്ച് ആലോചനയുള്ളത് എന്റെ ഹിതമല്ല. ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും കർത്താവിനൊരു പദ്ധതിയുണ്ട്. അത് വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവകരത്തിൽ താണിരുന്നേ മതിയാകത്തുള്ളൂ. ആമേൻ. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു ബലമുള്ള ഭുജം. ആമേൻ. നമ്മൾ തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ വരും, ക്ഷീണിക്കുന്ന അനുഭവങ്ങൾ വരും. പക്ഷെ അതിന്റെ നടുവിൽ നമ്മളെ ബലപ്പെടുത്തുന്നത് അവന്റെ ബലമേറിയ ഭുജം മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് തുണയായിട്ട് ഇറങ്ങി വരുന്നത് മനസ്സിലാക്കണം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ അവന്റെ ബലമുള്ള കൈക്കീഴിൽ നാം താണിരിക്കുവിൻ. അടുത്തൊന്ന് വായിച്ചേ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഇവിടെ ശ്രദ്ധിക്കണം. നമ്മുടെ സകല ചിന്താകുലങ്ങളും കർത്താവിന്റെ മേൽ ഇടുവാനാണ്. സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയും നമുക്ക് പലതിനെ കുറിച്ച് ഭാരമുണ്ട്. സ്തോത്രം. ഞാൻ ശുശ്രൂഷകനാണെങ്കിൽ ശുശ്രൂഷയെ കുറിച്ച് ഭാരമുണ്ട്, ഭാവിയെ കുറിച്ച് ഭാരമുണ്ട്, നാളെ കുറിച്ച് ഭാരമുണ്ട്. സ്തോത്രം. ഈ സഭയെ കുറിച്ച് ഭാരമുണ്ട്. സ്തോത്രം. എല്ലാ ആത്മീക മണ്ഡലത്തെ ഓർത്ത് ഭാരമുണ്ട്. അങ്ങനെ നാളെ കുറിച്ച് ഭാരപ്പെടുമ്പോൾ ഒരു ഭക്തനോട് ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണെന്നറിയാവോ? അതെ, അവൻ നമുക്കായിട്ട് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കരുതുന്നതാകയാൽ മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. അവന്റെ ഏകജാതനാകുന്ന പുത്രനെയാണ് ലോകത്തിലേക്ക് അയച്ചത്. അത് പിതാവ് നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. സ്തോത്ര. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയാലാണ് നമ്മെ ലോകത്തിലേക്ക് സ്തോത്രം പ്രിയപുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ അയച്ചു തരുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ സ്തോത്രം അവൻ എനിക്ക് വേണ്ടി കരുതുന്നുണ്ടോ? ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്നത് സ്വർഗീയ പിതാവ് എനിക്ക് വേണ്ടി കരുതുന്നതിന്റെ അടയാളമായിട്ടാണ്. അപ്പോൾ മനസ്സിലാക്കണം, നമുക്ക് ലോകത്തിൽ എന്തെങ്കിലും കിട്ടിയതല്ല വലുത്. കാരണം അതിലും എല്ലാം ഉന്നതമായി നിൽക്കുന്നത് പാപിയായിരുന്ന എന്നെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വീണ്ടും
വീണ്ടെടുക്കേണ്ടതിന് ദൈവം തന്റെ പ്രിയപുത്രൻ ലോകത്തിലേക്ക് അയച്ചത് എന്റെ വീണ്ടെടുപ്പ് ഓർത്താണെങ്കിൽ അതാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത്. ആ ദാനം എനിക്ക് പാപമോചനം നൽകി, ആ ദാനം എനിക്ക് വീണ്ടും ജനനം നൽകി, ആ ദാനം എനിക്ക് അളലിയസോ തേജസ്സിലേക്ക് ഉയരുമെന്നൊക്കെ വേണോ നിത്യജീവിത വചനം നൽകുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് മനസ്സിലാക്കണം, ലോകത്തിൽ നശിച്ചു പോകുന്ന ഒന്നുമല്ല നമുക്ക് ലഭിച്ച ദാനം നിത്യജീവനാണ്. അതിനായിട്ട് അത്രേ പ്രിയപുത്രന്റെ മുഖത്തെ ആദരിക്കാതെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ സ്വർഗീയ പിതാവ് പ്രസാദിച്ചത്. വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് സ്വർഗീയ പിതാവിന് ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിന്റെ കൈകീഴിൽ നാം താണിരിക്കണം. ആമേൻ. നാം ചെയ്യേണ്ടത് ദൈവകരത്തിൽ താണിരിക്കുകയാണ് വേണ്ടത്. വായിച്ചേ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിടണം. അത് സഹോദരൻ, നാം അങ്ങനെ നമ്മുടെ സകല ഭാരങ്ങളും ക്രിസ്തുവിന്റെ മേലിടുമ്പോൾ കർത്താവ് നമ്മളെ നടത്തുവാൻ തുടങ്ങും. ഇന്ന് കേൾക്കേണ്ട ദൂതിതുവാണ്. നമ്മൾ വിശ്വസിച്ച് കർത്താവിന്റെ കരത്തിൽ നമ്മുടെ ഏത് വിഷയം ഫലമേൽപ്പിച്ചാൽ നാം ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായി തീരും. ആമേൻ. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി കാണാത്ത ആരും രക്ഷിക്കപ്പെട്ടു വന്നിട്ടില്ല. ഒരു ദൈവപ്രവൃത്തിനും കാണാത്ത ഒരു വിശ്വാസിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവപ്രവൃത്തി കണ്ടിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് മനസ്സിലാക്കണം, നാം നമ്മുടെ ഭാരം അവന്റെ മേൽ വെക്കാൻ തീരുമാനിക്കണം. പലപ്പോഴും നമ്മുടെ അറിവ് അതിന് സമ്മതിക്കത്തില്ല, നമ്മുടെ സാഹചര്യം അതിന് സമ്മതിക്കത്തില്ല, സമൂഹം അതിന് സമ്മതിക്കത്തില്ല, നമ്മളായിരിക്കുന്ന കുടുംബത്തിന്റെ പശ്ചാത്തലം അത് സമ്മതിക്കത്തില്ല. നാം ദൈവത്തിൽ ശരണപ്പെടുവാൻ തക്കവണ്ണം അനുകൂലമായ സാഹചര്യത്തിനായിട്ട് നാം ദൈവകരത്തിലേക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാനിടയായി തീരണം. ആമേൻ. അങ്ങനെ ഏൽപ്പിക്കുന്നവരാണ് ദൈവപ്രവൃത്തി കാണാനിടയായി തീരുന്നത്. ആമേൻ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അത് ഏൽപ്പിക്കേണ്ടതെന്ന് അറിയാവോ? പത്രോസ് അപ്പോസ്തലൻ ഈ ലേഖനം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അതിന്റെ അകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. എന്താണ്? നിങ്ങളുടെ സകല ചിന്താകുലം അവന്റെ മേല് ഇട്ടുകൊണ്ട്. 8-ാം വാക്യം എന്താ വായിക്കുന്നത്? അടുത്ത വാക്യം കണ്ടോ? നിർമ്മതരായിരിക്കണം. അടുത്തത് ഉണർവിരിക്കണം. നമ്മൾ ദൈവകരത്തിൽ ഏൽപ്പിച്ചാൽ മാത്രമേ നമുക്ക് നിർമ്മതരായിരിക്കാൻ കഴിയത്തുള്ളൂ, ഉണർന്നിരിക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നാം ചിന്താഭാരത്താൽ നമ്മൾ പലപ്പോഴും തെറ്റി ഒഴിയാൻ ഇടയായി തീരും. അതൊരിക്കലും നമ്മൾ ഇടയാകരുത്. നമ്മൾ ദൈവകരത്തിൽ കൊടുക്കുന്നെങ്കിൽ തീർച്ചയായും കർത്താവ് നമ്മെ കരുതുന്നുണ്ട്, നമ്മൾ നിർമ്മതരായിരിക്കുവാൻ. അടുത്ത വാക്യം എന്താ വായിക്കുന്നത്? സ്വതം. അടുത്തത് ഉണർവ് വരിക. ശ്രദ്ധിക്കണം, ഉണർവ് വരുന്ന ആർക്കാണ്? ദൈവകരത്തിൽ ഫലമേൽപ്പിച്ചവർക്ക് മാത്രമേ ആത്മാവിന്റെ ഉണർവ് വരുവാൻ സാധിക്കത്തുള്ളൂ. കാര്യം അവൻ ശരണപ്പെട്ടിരിക്കുന്നത് ഒരു വ്യവസ്ഥയിലല്ല, ഒരു മനുഷ്യരിലല്ല, ഒരു പ്രസ്ഥാനത്തിലല്ല, പിന്നെ ആരിലാണ്? ജീവനുള്ള ദൈവത്തിലാണ് അവൻ ശരണപ്പെട്ടിരിക്കുന്നത്. ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു ദൈവ പൈതൽ തീർച്ചയായും ദൈവപ്രവൃത്തി കാണാൻ ഇടയായിത്തീരും. കാര്യങ്ങൾ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. എന്തുകൊണ്ട് വീണ്ടും പത്രോസ് അപ്പോസ്തലനോട് പറയുന്നത്? നിങ്ങൾ നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കണം. അടുത്തത് നമുക്കൊരു പ്രതിയോഗിയുണ്ട്. ഇങ്ങോട്ട് പറയുകയാണ്. ആമേൻ. നമുക്കൊരു പ്രതിയോഗിയുണ്ട്. പ്രതിയോഗിയെ കുറിച്ച് പറയുന്നത്, നിങ്ങൾക്ക് ആ പ്രതിയോഗിയെ കുറിച്ച് ഇവിടെ പത്രോസ് പറയുന്നത് എന്താണ്? പിശാച്. നമ്മുടെ പ്രതിയോഗി ആരാന്നറിയോ? പിശാചാണ്. ആമേൻ. ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഏതൊരു ദൈവ പൈതലിനും പോരാട്ടമുണ്ട്, ഏതൊരു ദൈവ പൈതലിനും വെല്ലുവിളിയുണ്ട്. ശുശ്രൂഷയിൽ ഞാനെന്നായിരിക്കുമ്പോൾ ശുശ്രൂഷക്കെതിരെ പോരാടുന്ന പോരാട്ടങ്ങളുണ്ട്. അതിന്റെ നടുവിൽ ജയം നൽകുന്നത് യേശു ക്രിസ്തു എന്ന വല്ലഭത്വമുള്ള നാമമാണ്. വിടുതൽ നൽകുന്ന ഓർക്കണം. അങ്ങനെയെങ്കിൽ ഈ നാമമാണ് നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നേരം ആ നാമത്തിൽ ശരണപ്പെടുന്നവർക്ക് വിടുതലുണ്ട് നിശ്ചയം. ആമേൻ. അലറുന്ന സിംഹം പോലെയാണ് പിശാച് ജീവിതങ്ങൾക്ക് നേരെ അലറിയെടുക്കുന്നത്. വായിച്ച വാക്യം കൂടെ വായിച്ചേ. ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ, അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ആരെ വിഴുങ്ങേണ്ടെന്ന് തിരഞ്ഞ്, അല്ലെ? തിരഞ്ഞെന്നാ പറഞ്ഞത്. തിരിഞ്ഞെന്നാണോ തിരിഞ്ഞെന്നാണോ? തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു, അല്ലെ? അപ്പോൾ ആ പിശാച് ഒരു മൃഗമാകുന്ന സിംഹത്തെ മാതൃകയാക്കിയാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. അവൻ ചുറ്റി നടക്കുകയാണ്. ഇരയെ തേടി കിട്ടുന്നത് വരെയും ക്ഷമയോടുകൂടെ, ദീർഘക്ഷമയോടുകൂടെ ചുറ്റി നടക്കുന്ന ഒരു മൃഗത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. മനസ്സിലാക്കണം, ഇരയെ കിട്ടിയില്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് നിലവിളിക്കുന്നത് കേൾക്കാൻ ഇടയാകും.
എന്താ കാര്യം? അവന്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ ചെല്ലാതെ വരുമ്പോൾ സാത്താന്റെ നിലവിളി സിംഹത്തിന്റെ നിലവിളി പോലെ കേൾക്കാം. മനസ്സിലാക്കണം, നാം അവന്റെ വായിലിരിക്കേണ്ടവരല്ല. കൃപയെ നമ്മൾ പ്രാപിച്ചെടുത്ത് അവന്റെ പ്രവർത്തികളെ സ്വന്തം പിടിച്ചടക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. നമ്മൾ ആ വാക്യം വായിക്കും. ഇതാണ് നമ്മൾ വായിച്ച കുറിവാക്യം. എന്നാൽ നമ്മൾ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം വായിക്കുമ്പോൾ അതിന്റെ 3-ാം വാക്യം, ആർക്കാണ് ഈ ഉപദ്രവം ഉണ്ടാകുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ അത് വായിക്കുന്നത്, സ്തോത്രം, അതിന്റെ 11-ാം വാക്യം വായിക്കുന്നത് 3:11, 2 തിമോഥെയോസ് 3:11 വായിക്കുന്നത്, ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു അതെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. എന്തുകൊണ്ടാണ് പൗലോസ് അത് തിമോഥെയോസിനോട് പറയുന്നത്? എന്തുകൊണ്ടാണ്? കാര്യം, സ്വന്തം നല്ല സാക്ഷ്യത്തോടുകൂടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവവേലയ്ക്കായിട്ട് വിളിക്കപ്പെട്ട വ്യക്തിയാണ് തിമോഥെയോസ് എന്ന പൗലോസിന്റെ ശിഷ്യൻ. എന്നാൽ തിമോഥെയോസിനെ പൗലോസ് ആക്കുമ്പോൾ ദൈവാത്മാവിന്റെ നിയോഗത്തോടുകൂടെ സഭകളുടെ മേൽ കർത്തൃത്വം നടത്തേണ്ടതിന് അവിടെ ലേഖനം എഴുതുന്ന സമയത്ത് പൗലോസ് തിമോഥെയോസിനോട് പറയാണ്, നിങ്ങൾക്ക് പോരാട്ടമുണ്ടാകും. ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് പോരാട്ടമുണ്ട്. ആ പോരാട്ടങ്ങളെ കടന്നു പോകണം. എന്നാൽ ഈ പോരാട്ടം ആർക്കാണ് ഉണ്ടാകുന്നത്? ആമേൻ. അവിടെ വായിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്, ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അവിടെ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. അപ്പൊ ഈ അലറുന്ന സിംഹം ആരെയാ പിടിക്കാൻ വരുന്നതെന്ന് അറിയാവോ? ഭക്തിയോടെ ജീവിക്കുന്നവന് മാത്രമേ ഉള്ളൂ പോരാട്ടം. മനസ്സിലാകുന്ന, പ്രാർത്ഥിക്കുകയും ദൈവനാമത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്നവർക്കേ പോരാട്ടമുള്ളൂ, അല്ലാത്തവർക്ക് പോരാട്ടമില്ല. മനസ്സിലാക്കണം, ലോകത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ചെന്ന് വിടുന്നതല്ല പോരാട്ടം. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഭക്തി സൂക്ഷിക്കുന്നുണ്ടോ അവര് നേരിടുന്നതിനെയാണ് പോരാട്ടം എന്ന് പറയുന്നത്. ആരാണോ ഭക്തി സൂക്ഷിക്കുന്നത്, ദൈവനാമ മഹത്വത്തിനായിട്ട് നിൽക്കുന്നത്, അവർ നേരിടുന്ന പ്രതിസന്ധിക്കാണ് ദൈവസന്നിധിയിൽ വിലയുള്ളൂ. ആമേൻ. അപ്പോൾ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക്, അവിടെ വായിക്കുന്നത്, ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു അതെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. എങ്ങനെയൊക്കെയുള്ള ഉപദ്രവമാണ്? അടുത്ത വായിച്ചേ. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. ഞാനിവിടെ ഈ വിഷയം പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഭക്തിയോടെ സ്തോത്രം നമ്മൾ ജീവിക്കാൻ പ്ലാനുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഭക്തിയോടെ ജീവിക്കുന്നുണ്ടോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കർത്താവിന്റെ കരക്കീഴിൽ നമ്മൾ താണിരിക്കുന്നുണ്ടോ? നമ്മൾ കർത്താവിന്റെ കൈക്കീഴിൽ നമ്മൾ താണിരിക്കുന്നതിന്റെ അടയാളം എന്ന് പറയുന്നത് നമ്മുടെ ചിന്താകുലം ഫലമേൽപ്പിക്കപ്പെട്ടവർ മാത്രമാണ് കർത്താവിന്റെ കൈക്കീഴിൽ താണിരിക്കുന്നുള്ളൂ. അല്ലാത്തവർക്ക് കർത്താവിന്റെ കൈക്കീഴിൽ താണിരിക്കാൻ കഴിയത്തില്ല. നമ്മുടെ പ്രശ്നങ്ങളെ കർത്താവിന്റെ കരത്തിൽ സമർപ്പിച്ചിട്ടുള്ളവർക്ക് മാത്രമാ സകല ചിന്താഭാരങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുന്നവർക്ക് മാത്രമാണ് ദൈവകരത്തിൽ താണിരിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ പറയാനേ കൊള്ളത്തുള്ളൂ ഞാൻ താണിരിക്കുകയാണെന്ന്. എല്ലാ ഭാവിയും എല്ലാ ജീവിതവും എല്ലാ അവസ്ഥകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചവർക്ക് മാത്രമാണ് ദൈവകരത്തിൽ താണിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അവരെ രക്ഷിക്കേണ്ടതിന് കർത്താവ് ഇറങ്ങി വരും. അലറുന്ന സിംഹം പോലെ സാത്താൻ ആരെ വിഴുങ്ങേണ്ടെന്ന് കണ്ട് ചുറ്റി നടന്നാലും ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് അവിടെ വിടുതലുണ്ടെന്ന് മനസ്സിലാക്കണം. ആമേൻ. അപ്പോൾ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്ക് മാത്രമാ ഉപദ്രവം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഭക്തിയോടെ പൗലോസ് ജീവിക്കുവാൻ പ്ലാൻ ചെയ്തപ്പോൾ അവിടെ പൗലോസ് പറയുന്നു, ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു. അങ്ങനെയല്ല വായിക്കുന്നത്, ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. കണ്ടോ? അപ്പോൾ ഇത് വിടുതൽ ആർക്കാ വരുന്നതെന്ന് അറിയാവോ? ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് മാത്രമേ വിടുതൽ വരികത്തുള്ളൂ. അപ്പോൾ ഭക്തിയോടെ ജീവിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്താൽ നമ്മുടെ മുമ്പിൽ ദൈവം വഴികളെ സ്വർഗം തുറക്കും. ഞാനൊരു ഭാഗം അപ്പോസ്തല പ്രവർത്തികൾ എടുക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ 18-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം, 18-ാം അധ്യായത്തിന്റെ അകത്ത് അപ്പോസ്തലനായ പൗലോസ് സ്തോത്രം എഫെസോസിലും കൊരിന്തിലും ഒക്കെ ശുശ്രൂഷ ചെയ്തു പോകുന്ന രംഗമാണ് കാണുന്നത്. കൊരിന്തിൽ ചെല്ലുമ്പോൾ
ഒരു പ്രത്യേക ഒരു അനുഭവം പൗലോസിന് ഉണ്ടാകുന്നുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം മുതൽ സ്തോത്രം ലഭിച്ചവരൊന്ന് വായിക്കാൻ നോക്കിയാട്ടെ. സ്തോത്രം. അവൻ അവിടം വിട്ട് തീത്തോസ് യുസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്ന് അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. അടുത്തത് പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്തിൽ അനേകർ വചനം കേട്ടു വിശ്വസിച്ചു സ്നാനമേറ്റു. ഇവിടെ ശ്രദ്ധിക്കണം, പൗലോസ് കൊരിന്തിൽ ചെന്നു. കൊരിന്തിൽ ചെല്ലുമ്പോൾ അവിടെ യൂസ്തോസ് എന്ന പേരുള്ള ഒരു ദൈവഭക്തനെ കണ്ടു. ആ വ്യക്തി സിനഗോഗിന്റെ അടുക്കലാണ് താമസിക്കുന്നത്. സിനഗോഗിന്റെ അടുക്കൽ താമസിക്കുകയും ഭക്തനായ വ്യക്തിയാണ്. അപ്പോൾ ഭക്തനായ വ്യക്തിയോട് പൗലോസ് സുവിശേഷം അറിയിച്ചപ്പോൾ ആ വ്യക്തി രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അവിടെ വായിക്കുന്നത് പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. ശ്രദ്ധിക്കണം, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നപ്പോഴാണെന്നറിയാമോ? ജീവിതങ്ങൾക്ക് വ്യത്യാസം വരുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. എപ്പോഴാ പോരാട്ടം വെളിപ്പെടുന്നതെന്ന് അറിയാമോ? ദൈവഹിതമായത് ലോകത്ത് വെളിപ്പെട്ടു തുടങ്ങുമ്പോഴാണ് പോരാട്ടം വെളിപ്പെടുന്നത്. ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ ലോകത്തിൽ ഒത്തിരി നടക്കുന്നുണ്ട്. എന്നാൽ ദൈവഹിതപ്രകാരം ഓടാത്ത ഒത്തിരി പ്രസ്ഥാനങ്ങൾ ലോകത്തിലുണ്ട്. എന്നാൽ പോരാട്ടം അനുഭവിക്കുന്നത് ദൈവപ്രവർത്തിക്ക് വേണ്ടി നിൽക്കുന്നവർ മാത്രമേ ജീവിതത്തിൽ പോരാട്ടം അനുഭവിക്കുന്നുള്ളൂ. ഭക്തിയോടെ ജീവിക്കണമെന്ന് ഉപദേശിക്കുകയും ഭക്തിയോടെ ജീവിക്കാൻ ഒരു കുടുംബം പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്തപ്പോഴാണ് ഒരു ദേശത്ത് പോരാട്ടം ആരംഭിക്കാൻ പോകുന്നത്. തുടർന്നൊന്ന് വായിച്ചാട്ടെ. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ പൗലോസിനോട് ഞാൻ തന്നെ വായിക്കാം. അവിടെ വായിക്കുന്നത് രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക. അടുത്തത് മിണ്ടാതിരിക്കരുത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഭയപ്പെടരുത്. അപ്പൊ ഭയം എന്തായിരിക്കും? യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യഹൂദന്മാരാലുള്ള ഉപദ്രവം വളരെയേറെയുണ്ട്, അല്ലെ? യഹൂദന്മാരാലുള്ള ഉപദ്രവം വളരെയേറെ അനുഭവിച്ചാണ് പൗലോസ് മുമ്പോട്ട് പോകുന്നത്. എന്താണ് ഉപദ്രവം? പല വിധത്തിലും ഉപദ്രവം. ഒരു വ്യക്തി രക്ഷയിലേക്ക് വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവനായിരിക്കുന്ന പശ്ചാത്തലം എല്ലാവിധത്തിലും പ്രതിസന്ധി എഴുന്നേൽപ്പിക്കും. എന്നാൽ ആ പ്രതിസന്ധികളെ കടന്നു പോകാനാണ് നാം ദൈവകരത്തിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ആമേൻ, ആമേൻ. കർത്താവിന്റെ കരക്കീഴിൽ താണിരിക്കണം. എന്നാൽ ദൈവത്തിന്റെ ദർശനം ഇവിടെ പൗലോസിനോട് രാത്രിയെങ്കിൽ താൻ നിദ്രയിലായിരുന്നപ്പോൾ രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്. അടുത്ത വാക്യം ശ്രദ്ധിക്കണം, ഞാൻ നിന്നോടും കൂടെയുണ്ട്. ശ്രദ്ധിക്കണം, കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ആരുടെ കൂടെ കർത്താവുള്ള? ഭക്തന്മാരോട് കൂടെ കർത്താവ് കൂടെ ഉണ്ട്. അടുത്തത് കർത്താവിന്റെ കൈക്കിൽ താനിരിക്കുന്നവരുടെ കൂടെയും കർത്താവുണ്ട്. മനസ്സിലാക്കണം, ഈ രണ്ടിടത്തും മൂന്നിടത്തും തന്റെ അപ്പോസ്തലന്മാര് നിലനിൽക്കുന്ന അവരുടെ സ്വന്തം താല്പര്യത്തിനല്ല, ദൈവനാമത്തിന് വേണ്ടിയാണ് കർത്താവ് കൂടെ ഉണ്ടെന്ന് മറന്നു പോകരുത്. അപ്പോൾ ദൈവം വിളിച്ചാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ കർത്താവ് ഇരിക്കും. ആ അനുഭവമുള്ള ഒരു കരങ്ങളെ ഒരു തീർത്തൊന്ന് മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. അപ്പോൾ കർത്താവ് പറയുന്ന പ്രോമിസ് കേൾക്കണം. എന്താണ് പറയുന്നത്? ഞാൻ നിന്നോട് കൂടെയുണ്ട്. അടുത്തത് അപ്പൊ എന്താണ് പൗലോസ് പേടിച്ചൊരു കാര്യം? തന്നെ ദേഹോപദ്രവം ഉണ്ടാകുമോ എന്നുള്ളതാണ് പേടി. മനസ്സിലാകുന്നുണ്ടോ? ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് പൗലോസിന്റെ പേടി. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് ഈ പോരാട്ടം അനുഭവിക്കുന്നവരുണ്ട്, ഇല്ലേ? സഭയ്ക്കകത്ത് ഈ പോരാട്ടം അനുഭവിക്കുന്നവരുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടുകളിലേക്ക്, പലവിധ പ്രതിസന്ധികളിലേക്ക് ദൈവനാമം പ്രസംഗിച്ചത് കൊണ്ട് കുടുംബത്തെ പൂർണ്ണമായി വിലക്ക് കൽപ്പിക്കപ്പെട്ട അനുഭവങ്ങളൊക്കെ എത്രയോ ഉണ്ട്. മനസ്സിലാക്കണം, സുവിശേഷത്തിന്റെ പ്രത്യേകത അതാണ്. ഈ ലോകം പാപത്തിന്റെ കീഴിലാണ്, ദുഷ്ടന്റെ അധീനതയിലാണ്. ഈ ലോകത്തിനാണ് ദൈവപുത്രനെ തകർത്ത് കളയുവാൻ പിതാവ് പ്രസാദിച്ചത്. കാരണം ലോകത്തിന്റെ അകൃത്യങ്ങളെ മോചിക്കണമെങ്കിൽ, ഈ ദുഷ്ടമനുഷ്യരുടെ പാപ സ്വഭാവത്തിൽ നിന്ന് അവർക്ക് വിടുതൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവപുത്രനെ തകർത്ത് കളയണമായിരുന്നു. അതുകൊണ്ട് ഈ ദുഷ്ട ലോകമെന്ന് ദൈവം വെളിപ്പെടുത്തുന്ന ഈ ഭൂമിയെ ഒരിക്കലും നല്ലതായിട്ട് ആര് പ്രസംഗിക്കത്തില്ല? ഒരു ദൈവഭക്തൻ പ്രസംഗിക്കത്തില്ല.
ഈ ലോകത്തിന്റെ പ്രത്യേകതകൾ ഒരിക്കലും ഒരു പ്രത്യേകതകളായിട്ട് കാണാൻ കഴിയത്തില്ല. ഇത് പാപനിമിത്തം നാശത്തിലേക്ക് പോകുന്ന ഭൂമിയെ കുറിച്ചാണ് ഒരു ഭക്തിയോടെ ജീവിക്കുന്നവൻ പ്രസംഗിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഇന്ന് മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലോകം യോഗ്യമാണെന്നുള്ള നിലവാരത്തിൽ ജീവിക്കരുത്. കാര്യം നമ്മെ ദൈവം രക്ഷിച്ചത് ഈ ദുഷ്ട ലോകത്തിൽ നിന്നാണ്. നമ്മെ ദൈവം ആക്കി വെച്ചിരിക്കുന്നതിന്റെ ഒരു വലിയ ഉദ്ദേശം നാം മുഖാന്തരം ആരെങ്കിലും രക്ഷിക്കപ്പെടുവാൻ ദൈവം പദ്ധതിയിടുന്നവർ രക്ഷിക്കപ്പെടണം. ഇന്ന് പറയുന്ന ദൈവകാലത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും നമ്മുടെ വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തിന് മഹത്വപ്പെടുത്തുകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പറയുന്ന ദൈവ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ആമേൻ. കാര്യങ്ങൾ ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ആ വാക്യം ഒന്നും കൂടെ വായിക്കാൻ. രാത്രി ദർശനത്തിൽ രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, നമ്മെ മിണ്ടാതാക്കാനാണ് ശത്രു നോക്കുന്നത്. സുവിശേഷം പറയിപ്പിക്കത്തില്ല, ദൈവവചനം പറയിപ്പിക്കത്തില്ല, ക്രിസ്തീയ ജീവിതത്തിൽ ഭക്തിയോടെ ജീവിക്കാൻ അനുവദിക്കില്ല. ഇതാണ് പിശാചിന്റെ അജണ്ട. ആമേൻ. നമ്മെ ഭക്തിയോടെ ജീവിക്കുവാൻ അനുവദിക്കാത്തതാണ് പിശാചിന്റെ അജണ്ട. അതിന് പലരും പിശാചിന്റെ കരത്തിലേക്ക് ചെല്ലും, പലരും പിശാചിന്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടും. എന്നാ മനസ്സിലാക്കണം, ആരുപയോഗിക്കപ്പെട്ടാലും നിന്നെ വിളിച്ചത് സ്വർഗീയ ദർശനത്താലാണോ, നിന്നെ ദർശനത്തിൽ നിന്ന് വേർതിരിക്കാൻ ഒരു ശക്തിക്കും ലോകത്തിൽ കഴിയത്തില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഇവിടെ നമ്മളിവിടെ വായിക്കുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട്. അപ്പൊ ധൈര്യത്തോടെ പ്രസംഗിക്കുന്നവന്റെ കൂടെ ആരുണ്ട്? കർത്താവുണ്ട്. അത് ഉറപ്പിക്കാം. ആമേൻ. കർത്താവിന് വേണ്ടി നിൽക്കുന്നവനോട് കൂടെ കർത്താവുണ്ട്. സത്യവചനത്തിന് വേണ്ടി നിൽക്കുന്നവനോട് കർത്താവുണ്ട്. മുഴു ലോകവും നിന്റെ കൂടെ കാണാം, ക്രിസ്തുവില്ല നിന്റെ ജീവിതം വേസ്റ്റ് ആണ്. മനസ്സിലാകുന്നു? മുഴു ലോകവും കൂടെ ഇരിക്കും, പക്ഷെ കർത്താവില്ലെങ്കിൽ നിന്റെ ജീവിതം വലിയ പരാജയമാണ്. എന്നാൽ ഇന്ന് പകൽ മനസ്സിലാക്കണം, കർത്താവ് എന്നോട് കരുണ ചെയ്തുകൊണ്ടാണ് കർത്താവ് എന്നോട് കൂടെ ഇരിക്കുന്നത്. നിങ്ങളോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവിന്റെ ഭക്തിയോടുകൂടെ ജീവിക്കണമേ. അല്ലെങ്കിൽ അവന്റെ കൈ കീഴിൽ താണിരിക്കണം, സകല ഭാരം അവന്റെ മേൽ ചുമത്തുക. അങ്ങനെയെങ്കിൽ കർത്താവ് നിന്നോട് കൂടെ ഇരിക്കും. കാര്യം നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സാക്ഷ്യങ്ങൾ നിന്നെ ജീവിപ്പിക്കുന്നതാകണം. ആമേൻ. അപ്പോൾ ആ വാചനം നമുക്ക് ഒന്നും കൂടെ ശ്രദ്ധിക്കാം. അവിടെ വായിക്കുന്നത്, കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. കണ്ടോ, മരണഭീതി ഉണ്ടാകുന്ന ചില നേരങ്ങള് ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്തും ശുശ്രൂഷയിലും ഉണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. ചിലപ്പോ നിൽക്കുമ്പോ തോന്നുന്നു, ഇന്ന് തീർന്നു പോവോ, ഈ പ്രയാസം എല്ലാം കൂടെ അനുഭവിച്ചിട്ട് എങ്ങനെ നിൽക്കാൻ പറ്റും, എങ്ങനെ എല്ലാരും പ്രതികൂലമാകുക, എല്ലാ വെല്ലുവിളി എഴുന്നേൽക്കുക, കർത്താവ് എങ്ങനെ മുമ്പോട്ട് പോകും? ആമേ. മനസ്സിലാക്കണം, നീ തീരുകയില്ലെന്നേ. നിന്നെ വിളിച്ചത് ദൈവമാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ അവിടെ തീരേണ്ട ചിലരെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ഈ വചനം ഞാൻ വളരെ ചിന്തിക്കുമ്പോൾ എന്റെ ഉള്ളത്തോടെ ഇടപെട്ടൊരു ഭാഗമാണിത്. ഇവിടെ പൗലോസിനോട് പറയുന്നത്, നിനക്ക് ആരും ദോഷം ചെയ്യുകയില്ല. അവിടെ പറയുന്നതാണ്, കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. കണ്ടോ, കയ്യേറ്റം നടക്കുന്നത്. അപ്പൊ കയ്യേറ്റം കൊണ്ട് ഭാരം ഉണ്ടാവുന്നു പൗലോസിനോട്. പക്ഷേ ധൈര്യത്തോടെ പ്രസംഗിച്ചാൽ അവന്റെ നേർക്ക് ഒന്നും വരുവാൻ ദൈവം സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പൗലോസിനോട് പറഞ്ഞത്? നീ എന്താണോ ഭാരപ്പെടുന്നത്, നീ ഭാരപ്പെടുന്ന നാളുകൾ നിനക്കത് വരാൻ കർത്താവ് അനുവദിക്കത്തില്ല. മനസ്സിലാക്കണം. അതാണ് നാം പ്രതീക്ഷിക്കുന്ന ഭാരം. നമ്മുടെ മുമ്പിൽ ഒരുപക്ഷെ സാമ്പത്തികമായ വെല്ലുവിളികൾ കാണാം, പലവിധമായ പ്രതിസന്ധികൾ കാണാം. പ്രിയപ്പെട്ടവർ പലരും നമ്മളിൽ നിന്ന് വിട്ടുപോയെന്നിരിക്കാം. പക്ഷേ മനസ്സിലാക്കണം, വിളിച്ചത് ദൈവമാണെങ്കിൽ ദുഷ്ടന്റെ പ്ലാൻ നടക്കുകയില്ല. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും, പല്ലുകടിച്ച് ഉരുകിപ്പോകുമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പല്ലുകടിച്ച് ഉരുകിപ്പോകുന്നത് എങ്ങനെയാന്ന് പുതിയ നിയമത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് നോക്കാം. എന്ത് സംഭവിക്കുന്നത്? കർത്താവ് പറഞ്ഞ പ്രോമിസ് ശ്രദ്ധിക്കണം, നിന്നെ ആര് കയ്യേറ്റം ചെയ്യുകയില്ല, നിനക്ക് ദോഷം പെടുത്തി. ഇതാണ് പ്രധാന വിഷയം. നിനക്ക് കയ്യേറ്റം നടത്തുക, ദോഷം ചെയ്യുക, ഇത് രണ്ടും നടക്കുകയില്ലെന്ന് കർത്താവ് പറഞ്ഞു. അടുത്ത് വായിച്ചു തന്നെ, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. ശ്രദ്ധിക്കണമേ, നമ്മൾ പോരാട്ടം അനുഭവിക്കുന്ന ഇടത്താണ് നമ്മുടെ ശുശ്രൂഷയെങ്കിൽ ആ ദേശത്ത് ചില കൊയ്ത്തുണ്ട് കേട്ടോ. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നമ്മൾ പോരാട്ടം ഒരിടത്ത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു കൊയ്ത്തിരിപ്പുണ്ട്. അത് കർത്താവ് അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഈ ഭീതി കയറി വരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തികൾ അവിടെ സ്തോത്രം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? ഈ നിലവാരത്തിലാണ്. ആമേൻ. വായിച്ചോ.
അങ്ങനെ അവൻ ആ. ഒരാണ്ടും 6 മാസവും ആ. അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ പറയുന്ന വാക്യം ശ്രദ്ധിക്കണം. അവിടെ പറയുന്ന 1 മാസവും എത്രയാ? 6 മാസവും. വായിച്ചേ. അങ്ങനെ അവൻ ഒരാണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. അപ്പോൾ മനസ്സിലാക്കണം, ദൈവിക ഇടപെടൽ വരുന്ന എന്തിനാണെന്നറിയാവോ? ഇടപെടുന്നവർ നിന്നെ ഉറപ്പിക്കാനാണ് ദൈവിക ഇടപെടൽ വരുന്നത്. ദൈവിക ഇടപെടൽ വരുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം നിന്നെ ഉറപ്പിക്കാനാണ്. 1 വർഷവും 6 മാസം അവിടെ ദൈവം നിർത്തി. മനസ്സിലാകുന്നുണ്ട്? ആരെയും കയ്യേറുമോ എന്നുള്ള ഭാരത്തോടു കൂടെ നിൽക്കുന്നവൻ മനസ്സിലാക്കണം, അവിടെ അവസാനമാണ്, ഇപ്പോ ഇന്ന് തീരുകയാണെന്ന് വിചാരിക്കുന്നതിന്റെ നടുവിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കാനാണ് പ്രതിസന്ധി വരുന്നത്. ആമേൻ. അടുത്ത വാക്യം ശ്രദ്ധിക്കണം, വായിച്ചേ. ഗല്ലിയോൻ അഖായയിൽ ദേശാധിപതിയായി വാഴുമ്പോൾ യഹൂദന്മാർ പൗലോസിന്റെ നേരെ ഒരുമനപ്പെട്ട് എഴുന്നേറ്റ് അവനെ ന്യായാസനത്തിന്റെ മുൻപാകെ കൊണ്ടുചെന്നു. ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായി. ഇവിടെ ഒരു കാര്യം ഇനി ശ്രദ്ധിക്കണം. പൗലോസിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. എന്താണെന്നറിയാവോ? ഈ വിഷയത്തില് നിന്നെ ആരും കയ്യേറ്റം ചെയ്യുകയില്ല. 1, 2 നിനക്ക് ദോഷം വരികയില്ല. ഇത് ദൈവം എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ പറഞ്ഞ വാഗ്ദത്തം എങ്ങനെയാണ് ദൈവം അനുകൂലമാക്കുന്നത് നമ്മളൊന്ന് കാണണം. ആമേൻ. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ വായിക്കുന്നത് എന്താണ്? ഗല്ലിയോൻ അഖായയിൽ ദേശാധിപതിയായി വാഴുമ്പോൾ യഹൂദന്മാർ പൗലോസിന്റെ നേരെ ഒരുമനപ്പെട്ട് എഴുന്നേറ്റ് അവനെ ന്യായാസനത്തിന്റെ മുമ്പാകെ കൊണ്ടുചെന്നു. അടുത്തത്, ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിക്കുവാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? പൗലോസിന് നേരെ പറയുന്നത് എന്താണ്? ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിക്കുവാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തത്, പൗലോസ് വായ തുറക്കുവാൻ ഭാവിക്കുമ്പോൾ. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. പൗലോസ് വായ തുറക്കുവാൻ ഭാവിക്കുമ്പോൾ ഗല്ലിയോൻ യഹൂദന്മാരോട്, യഹൂദന്മാരെ, വല്ല അന്യായമോ വല്ലാത്ത പാതകമോ ആയിരുന്നെങ്കിൽ അവൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കുമായിരുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ദൈവം ചെയ്ത പ്രവൃത്തി ഉണ്ടോ? പൗലോസ് പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ പറയാൻ തുറന്നപ്പോൾ തന്നെ ഗല്ലിയോനോടെ വാ തുറന്ന് സംസാരിക്കുകയാണ്. പൗലോസിനെ കൊണ്ട് സംസാരിപ്പിച്ചില്ല. അത് ദൈവത്തിന്റെ ഒരു വലിയ കൃപയാണ്, ദൈവത്തിന്റെ വലിയൊരു കരുണയാണ്. നമ്മുടെ വായിലെ ഒരു വാക്ക് കിട്ടി അതിനെ പിടിച്ചുകൊണ്ട് പോരാടാൻ വരുമ്പോൾ ദൈവം അത് സമ്മതിക്കാതെ അതിൽ നിന്ന് സൂക്ഷിക്കുന്ന വിധം ശ്രദ്ധിച്ചോ. ആമേൻ. ദൈവം അവിടെ പൗലോസിനെ കൊണ്ട് സംസാരിപ്പിച്ചില്ല. അവിടെ ഏത് പ്രതിസന്ധിയാണോ വന്നത് അതിനെ വഴിതിരിച്ചു വിടുന്ന ഒരു വിധം കണ്ടോ. അവിടെ ആരെയാണ് ദൈവം ഇടപെട്ടത്? അവിടെ ഗല്ലിയോനെ തന്നെ. സ്തോത്രം. ദൈവം അവിടെ എടുക്കുകയാണ്, കയ്യിലെടുത്തു. അവനെ കൊണ്ട് തന്നെ ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കി. കാരണം എന്നാണെന്നറിയാവോ? അവിടെ അനേക ജനം രക്ഷിക്കപ്പെടാനുണ്ട്. പൗലോസിന് ഒരു ദോഷം വന്നാൽ അത് നടക്കത്തില്ല. അപ്പൊ പൗലോസിനെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ഒരു കൂട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു അവകാശം ഉള്ള ഇടത്ത് ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് ദോഷം വരാൻ ദൈവം സമ്മതിക്കില്ലെന്നാണ് അപ്പോസ്തല പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ വായിച്ചിട്ട് മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. നമ്മൾ അവിടെ തിരിച്ചറിയണം. അവിടെ വായിക്കുന്നത് പൗലോസ് വായ തുറക്കാൻ ഭാവിക്കുമ്പോൾ ഗല്ലിയോൻ യഹൂദന്മാരോട്, യഹൂദന്മാരെ, വല്ല അന്യായമോ വല്ലാത്ത പാതകമോ ആയിരുന്നെങ്കിൽ ഞാൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കുമായിരുന്നു. അടുത്തത്, വചനത്തെയും നാമങ്ങളെയും നിങ്ങളുടെ ന്യായപ്രമാണത്തെയും സംബന്ധിച്ചുള്ള തർക്കസംഗതികൾ എങ്കിലോ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ. ഈ വകയ്ക്ക് ന്യായാധിപതിയാകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് ആര് പറഞ്ഞു? ഗല്ലിയോൻ പറഞ്ഞു. അപ്പോൾ മനസ്സിലാക്കണം, ന്യായാധിപതിക്ക് കേൾക്കാൻ താല്പര്യമില്ല, പിന്നെ യഹൂദന്മാർക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? മനസ്സിലാവുന്നു? ദൈവം തൊട്ടത് നേതൃത്വത്തെ തന്നെ തൊട്ടു. അവർക്ക് താല്പര്യമില്ല. ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ദൈവം ചില പ്രവർത്തികളെ ചെയ്യും. നീ ആരെയാണോ കൂട്ടുപിടിച്ച് കൊണ്ടുവരുന്നത് അവന് താല്പര്യമില്ല, എന്നായും മനസ്സിലാക്കണം. താല്പര്യം സാധിപ്പിക്കുന്നതും കൈവിടുന്നതും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്.
അതുകൊണ്ട് ഇവിടെ പൗലോസ് എന്ന ഭക്തനെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കൊരിന്തിൽ നിർത്തുമ്പോൾ അവിടെ അനേകം രക്ഷിക്കപ്പെടുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അവന്റെ രോമത്തെ തൊടാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പലരും ഇപ്പോ വെല്ലുവിളിക്കുന്ന അവനെ നശിപ്പിക്കും, മുടിക്കുമെന്ന് വെല്ലുവിളിക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, അത് നടക്കത്തില്ല. ഹല്ലേലൂയ. നമ്മളിന്ന് മനസ്സിലാക്കണം ഒരു വാക്ക്. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ അകത്ത് 83 സങ്കീർത്തനം. ഹല്ലേലൂയ. ഈ ഭാഗം മറക്കരുത്, നമുക്ക് തിരിച്ചു വരാം. 83 സങ്കീർത്തനത്തിന്റെ അകത്ത് നമ്മൾ ഇന്ന് കണ്ട ഒരു ഭാഗം, സ്തോത്രം, അവിടെ വായിക്കുന്നത് സ്തോത്രം, ദൈവമേ മിണ്ടാതെ ഇരിക്കരുതേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവമേ മിണ്ടാതിരിക്കരുത്. ആസാഫിന്റെ സങ്കീർത്തനമാണ്. ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുത്. കണ്ടു, ആസാഫ് പറയുന്നുണ്ട് മൗനമായും സ്വസ്ഥമായും ഇരിക്കരുത്. കാരണം എന്താ? ഇതാ നിന്റെ അടുത്ത വാക്യം, ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു. അടുത്തത്, നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു. ഇവിടെ ശ്രദ്ധിക്കും, ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കണം എന്താ കലഹം. ഇപ്പൊ പൗലോസിന്റെ ചരിത്രമായിട്ട് നോക്കാം. എന്താ കലഹ കാരണം? ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ട് പൗലോസ് പ്രസംഗിച്ചു. പിതാക്കന്മാരോ ന്യായപ്രമാണ സംഹിതമായിട്ട് വെച്ച് പുലർത്തിയിരുന്ന ആചാരങ്ങളെ ചെയ്യരുതെന്ന് ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞ ഗല്യോന്റെ അടുക്കലേക്ക് കൊണ്ടുചെല്ലും, ദേശാധിപതി അടുത്ത് ചെല്ലുന്നത്. അപ്പൊ ദേശാധിപതിക്ക് അത് കേൾക്കാൻ മനസ്സില്ലെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ജാതികൾ കലഹിക്കുമ്പോൾ ഭാരപ്പെടരുത്. ദൈവപ്രവൃത്തി വ്യത്യസ്തമാണ്. നിന്നോട് ദൈവം എന്താണോ വാഗ്ദത്തം ചെയ്ത് അത് നിവർത്തിക്കപ്പെടും. കലഹം നിന്റെ വിഷയമല്ല. കലഹിക്കുന്നവരെ നിയന്ത്രിക്കാൻ സ്വർഗത്തിനറിയാം. വെല്ലുവിളിക്കുന്നവരെ നിയന്ത്രിക്കാൻ സ്വർഗത്തിനറിയാം. സ്വതന്ത്രം അതിന് വിട്ട് സ്വതന്ത്രം ഭീഷണി മുടക്കുന്നവന്റെ നാവിന് കടിഞ്ഞാടുന്നൊരു സ്വർഗമാണ് നമുക്കുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് കർത്താവിന് അസാധ്യമായതൊന്നുമില്ലെന്ന് നമ്മൾ ഇത് പറയുന്നതിന് മനസ്സിലാക്കണം. ആമേൻ. എന്താണ് ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ? ദൈവമേ മിണ്ടാതിരിക്കരുത്, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുത്. കാരണം എന്താ? ഞാനിന്ന് ഇവിടെ ആയിരിക്കുന്നത് കർത്താവ് നിന്റെ നാമത്തിലാണ്. ഞാൻ ആയിരിക്കുന്നത് ദൈവമേ നിന്റെ വേലയിലാണ്. ഇവിടെ ഞാൻ എനിക്ക് എന്തെങ്കിലും ഉപദ്രവം ഏറ്റാൽ കർത്താവ് നിന്റെ വേല നടക്കുകയില്ല. പക്ഷെ കർത്താവ് ആരംഭത്തിൽ പറഞ്ഞു, പൗലോസേ എനിക്ക് ഒരു കൂട്ടം ഇവിടെ ഉണ്ട്, എന്റെ ട്രഷറിയിലേക്ക് ചേർക്കേണ്ട കുറെ എവിടെയുണ്ട്? കൊരിന്തിലുണ്ട്. അവർ ചേർക്കുമ്പോഴാണ് നിനക്ക് ഒരു പ്രയാസവും ഉണ്ടാകത്തില്ല. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? വായിച്ചേ അടുത്തത്. വായിച്ചേ സ്തോത്രം, സങ്കീർത്തനം. ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു. അവർ നിന്റെ ജനത്തിന്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ, ശ്രദ്ധിക്കണം, നിന്റെ ഗുപ്തന്മാർ, ഇന്ന് ശ്രദ്ധിക്കണം, ഗുപ്തന്മാർ എന്ന് പറഞ്ഞാൽ വിലപ്പെട്ടവരുടെ നേരെ. എന്തുകൊണ്ടാ പൗലോസിനോട് പറഞ്ഞു നിനക്ക് യാതൊരു ദോഷവും വരുത്തത്തില്ലെന്ന് പറഞ്ഞാൽ കാരണം എന്താ? അവർ നിന്നെ കയ്യേറ്റം ചെയ്യുകയില്ല, നിനക്കൊരു ദോഷം വരുത്തത്തില്ലെന്നുള്ള വാഗ്ദത്തം കൊടുക്കാൻ കാരണം എന്നാ? ദൈവകരത്തിൽ വിലയുള്ളവനാണ് ഈ പൗലോസ്. അവനെങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? നാം പലരുടെയും മുമ്പിൽ വിലയില്ലാത്തവരായിരിക്കും. പക്ഷേ നമ്മൾ വ്യാപരിക്കുന്ന അഭിഷേകവും നമ്മൾ ദൈവകരത്തിലും ദൈവനാമത്തിലും ദൈവവേലയിലാണെങ്കിലുണ്ടല്ലോ, നാം ഗുപ്തന്മാരാ ദൈവനാമ നിമിത്തം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ശത്രു പറയുന്നിടത്ത് നിന്നെ കൊണ്ട് ഇടുകയില്ലെന്ന് മനസ്സിലാക്കണം. അവൻ അലറും സിംഹമാണ്. പക്ഷെ അവന്റെ അലർച്ച കേട്ടോണ്ടൊന്നും നമ്മളെ സ്വർഗം വിട്ടുകൊടുക്കത്തില്ല. എന്നാൽ അലറുണ്ടവന്റെ വായ അടയ്ക്കാൻ ദൈവത്തിന് അറിയാം. അടുത്ത വായിച്ചേ. അവർ നിന്റെ ജനത്തിന്റെ നേരെ ഉപായം വിചാരിക്കുന്നു, നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായി ഇരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയും. കണ്ടോ എങ്ങനെ ഇരിക്കുന്നു? പൗലോസിനെ എപ്പോഴെങ്ങനെയും തീർക്കണം, അതാണ് ഉദ്ദേശം. കണ്ടോ, എങ്ങനെയെങ്കിലും അവരെ ഒന്ന് തീർക്കണം. ശ്രദ്ധിക്കണമേ, നാം ദൈവവേലയിലായിരിക്കുമ്പോൾ, കർത്താവിന്റെ നാമത്തിലായിരിക്കുമ്പോൾ അനേകർ നമ്മുടെ ശുശ്രൂഷയും ജീവിതത്തെ ഒന്ന് തകർത്ത് കളയാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട്. പക്ഷേ നാം ഗുപ്തന്മാരാണെങ്കിൽ, ദൈവകാലത്തിൽ ഗുപ്തമായിരിക്കുന്നതാണെങ്കിൽ, ഒരു കാര്യം ഞാൻ പറയാം, നമ്മെ തൊടുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. നമ്മെ വിളിച്ചത് ദൈവമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നാം കർത്തന്റെ കരത്തിലിരിക്കുന്ന ഗുപ്തമായതാണ്, നാം വിലയേറിയതാണ് നാം. ആമേൻ. ഹല്ലേലൂയ. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോ തുറന്ന് വായിച്ചേ. ഇസ്രായേൽ ഒരു ജാതിയായി ഇരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയും. അപ്പൊ ഒരു പ്രശ്നം എന്നാ? ഇസ്രായേൽ ജാതിയായി ഇരിക്കുന്നതാണ് പ്രശ്നം. പിടികിട്ടിയോ? നീ വളരുന്നതാണ് പ്രശ്നം.
നീ ഉയരുന്നതാണ് പ്രശ്നം. നിനക്ക് വിശാലത വരുന്നതാണ് പ്രശ്നം. ഹല്ലേലൂയ. മനസ്സിലാക്കണമേ, നിനക്ക് വിശാലത വരുന്നതാണ് അവരുടെ പ്രശ്നമെങ്കിൽ ദൈവം നിന്നെ വിശാലതയിലേക്ക് നടത്തും. മനസ്സിലാകുന്നുണ്ടോ? നീ തകരുവാനാണ് ശത്രു പദ്ധതി ഇടുന്നെങ്കിൽ, നീ തീർന്നു പോകാനാണ് ശത്രു പദ്ധതി ഇടുന്നെങ്കിൽ നടക്കുകയില്ല. നീ ഗുപ്തമാണ്, നീ വിശാലത പ്രാപിക്കുക തന്നെ ചെയ്യും. പക്ഷെ നിനക്കെതിരെ എഴുന്നേൽക്കുന്ന ശത്രുക്കൾ പറയുന്നത് എന്താണെന്നറിയാവോ? അവനൊരു ജാതി ആയിരിക്കാതെ എന്നാണോന്നാ മുടിച്ചു കളയണം. കണ്ടോ എത്ര ഉഗ്ര സ്വഭാവമാണ്. മുടിച്ചു പോയേ പറ്റുള്ളൂ. ചിലരുടെ മനസ്സങ്ങനെയാണ് അല്ലേ? ദൈവനാമത്തിന് വേണ്ടിയിരിക്കുന്ന എന്നെയും നിങ്ങളൊക്കെ ജീവിതം മുടിയാൻ, ശുശ്രൂഷ മുടിയാൻ, നമ്മുടെ എല്ലാ നന്മയും മുടിയാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ഹൃദയങ്ങളുണ്ട്. സാത്താനാൽ വഞ്ചിക്കപ്പെട്ട ഹൃദയങ്ങൾ. അതിന്റെ നടുവിൽ എന്നെയും നിന്നെയും ഗുപ്തമായി നടത്തുന്ന ഒരു സ്വർഗമുണ്ട്. ശത്രുവിന്റെ ആഗ്രഹമോട് സാധിക്കുകയില്ല കേട്ടോ. മനസ്സിൽ അവൻ പല്ലുകടി ചുരുങ്ങിപ്പോകുമെങ്കിൽ ഇന്ന് പകൽ നേരം ഇസ്രായേൽ ഒരു രാജ്യമാകാതെ, ഒരു ജാതിയാകാതെ ഒതുക്കുന്ന പോരുകള് ഇന്ന് പകൽ നേരം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് സന്ദർശിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. അടുത്ത വാക്യം വായിച്ചാട്ടെ. അവരുടെ പേര് ഇനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. കണ്ടോ, അതാണ് അതിന്റെ ഇവരുടെ പ്രശ്നം. അതാണ്, ഇവരെ ആരും ഇനി ഓർക്കരുത്, ഇവരെ ആരും ഇനി ചിന്തിക്കരുത്, ആ വഴിക്ക് പോകരുത്. അപ്പൊ അസൂയ എത്ര അധികം ശ്രദ്ധിക്കണം. പൗലോസ് യഹൂദ മതം വിട്ടിറങ്ങി യേശു ക്രിസ്തുവിന്റെ നാമം ധരിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് നേടി. മോശ വെച്ച് പുലർത്തിയുന്ന ന്യായപ്രമാണമല്ല, അതിന്റെ ഒടുവിൽ വന്നവനാകുന്ന, അതിന്റെ പൂർണ്ണതയാകുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും അഭിഷേകം പ്രാപിക്കുകയും വചനം അനുസരിച്ച് മുന്നേറുകയും ദൈവനാമത്തെ പ്രഘോഷിക്കുകയും പാപമോചനം വീണ്ടും ജനനവും പ്രസംഗിക്കുകയും ചെയ്യുവാൻ പറഞ്ഞപ്പോൾ ഈ രക്ഷയിലേക്ക് വരാത്ത യഹൂദന്മാർക്ക് ഭയങ്കര കണ്ണുകടിയാണ്. ശ്രദ്ധിക്കണം കേട്ടോ, മനസ്സിലാക്കണമേ. നമ്മളൊക്കെ വിട്ടുവന്ന പശ്ചാത്തലത്തിൽ ഇരിക്കുന്ന പല കണ്ണുകളും കടിക്കുന്നുണ്ടായിരിക്കും. മനസ്സിലാക്കണം. ഹല്ലേലൂയ. പണ്ടൊരിക്കൽ പൗലോസിനെ തന്നെ നമുക്ക് എടുക്കാം. പൗലോസിനെ തന്നെ എടുക്കാം. പൗലോസ് പുരോഹിതന്മാരുടെ അധികാരപത്രമൊക്കെ മേടിച്ചാണ് വീടുതോറും കയറി ആരെ കൊന്നുകൊണ്ടിരുന്നത്, ഉപദ്രവിച്ചോണ്ടിരുന്നത്, ദൈവസഭയും പിടിച്ചോണ്ടിരുന്നത്. അവനെ ദൈവം പിടിച്ച് ദൈവവേലയിലാക്കിയപ്പോഴേ പണ്ട് കൊടുത്ത അധികാരപത്രവും കയ്യിലിരിപ്പുണ്ട്. പറഞ്ഞു വിട്ടവനെയും പൗലോസ് നല്ലപോലെ അറിയാം. എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലപോലെ അറിയാം. അത് പൊളിക്കുമ്പോഴാണ് പലരുടെ അടിസ്ഥാനം ഇളകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ പുരോഹിതന്മാരുണ്ടല്ലോ, അവരൊരിക്കലും ജനത്തെ നന്നാക്കാൻ വിടുന്നില്ല. അവരാരും ജനത്തെ രക്ഷയിലേക്ക് വിടുന്നില്ല. അവര് പ്രവേശിക്കുകയില്ല ദൈവരാജ്യത്തിൽ. മറ്റുള്ളവരെ കടക്കുവാൻ സമ്മതിക്കില്ലാത്ത ജനമാണ് പുരോഹിതന്മാര്. ആമേൻ. മനസ്സിലാക്കണം. ഇന്ന് പകൽവേളയിൽ ഇതുപോലെ മരണ പൗരോഹിത്യത്തിൽ ഇരുന്നു കൊണ്ട് ജീവന്റെ നായകനാകുന്ന ക്രിസ്തു എന്ന ഏക മഹാപുരോഹിതന്റെ നാമത്തെ ബ്ലോക്ക് ചെയ്യുന്ന ചില ജീവിതങ്ങളെ സ്വർഗം ഇന്ന് പകൽ നേരം സന്ദർശിക്കുമാറാകട്ടെ. കർത്തന്റെ കരം ഇന്ന് പകൽ നേരം ഇടപെടുമാറാകട്ടെ. സ്തോത്രം. മനസ്സിലാക്കണം. ദൈവപ്രവൃത്തിയെ ബ്ലോക്ക് ചെയ്താൽ ദൈവം ഇടപെടുക തന്നെ ചെയ്യും. ദൈവകാര്യങ്ങൾ ഗുപ്തമായത് അല്ലെ? വായിച്ചേ. ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക. അവരുടെ പേരിനി ആരും ഓർക്കരുത്. അവർ ഇങ്ങനെ ഐകമത്യത്തോടെ ആലോചിച്ചു, നിനക്ക് വിരോധമായി സഖ്യം ചെയ്യുന്നു. നിനക്ക് വിരോധമായി സഖ്യം ചെയ്യുന്നു. ഏദോമ്യരുടെയും ഇശ്മായേല്യരുടെയും കൂടാരങ്ങളും മോവാബ്യരും അഗഗ്യരും കൂടെ ഗബാലും അമോനും അമാലേക്കും നിവാസികളും അശൂരും അവരോട് യോജിച്ചു. അടുത്തത് അവർ ലോത്തിന്റെ മക്കൾക്ക് സഹായമായിരുന്നു. മിദ്യാന്യരോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ. കണ്ടോ, ആസാബ് പ്രാർത്ഥിക്കുന്നത്. ദൈവം ചിലത് ചെയ്യാൻ തുടങ്ങുമ്പോ എങ്ങനെയാന്ന് കാണാം. നമുക്ക് മടങ്ങി അപ്പോസ്തല പ്രവൃത്തി തന്നെ വരാം. എന്താണ് അപ്പോസ്തല പ്രവൃത്തി കാണുന്നത്? നമ്മൾ വായിച്ച വാക്യത്തിന് മുമ്പ് ഗല്ലിയോൻ അവിടെ പറഞ്ഞു, നിങ്ങളെ ന്യായപ്രമാണ സംബന്ധമായിട്ട് സ്തോത്രം. അവിടെ പറയുന്നത് ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിക്കുവാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പൗലോസ് വായ് തുറക്കുവാൻ ശ്രദ്ധിക്കണമേ. നാം വെല്ലുവിളികളും പ്രതിസന്ധികളും പോരാട്ടങ്ങളിലും ആകുമ്പോൾ പലപ്പോഴും നാം മൗനമാക്കപ്പെടുമെങ്കിൽ നാം ഭാരപ്പെടരുത്.
നാം ചില നേരങ്ങളിൽ സംസാരിച്ച് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചെല്ലുമ്പോൾ പലപ്പോഴും നാം മൗനമാക്കപ്പെടുന്നുണ്ടോ? നമ്മുടെ വായ്ക്ക് കടിഞ്ഞാണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് എതിർക്കരുത്. അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. എല്ലായിടത്തും നീ സംസാരിച്ച് ജയിക്കാൻ പോകണ്ട. ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കുന്ന സമയമുണ്ട്. ആമേൻ. എന്താണ് അവിടെ പറയുന്നത്? പൗലോസ് വായ് തുറക്കുവാൻ ഭാവിക്കുമ്പോൾ ഗല്ലിയോൻ യഹൂദന്മാരോട്, യഹൂദന്മാരെ, വല്ല അന്യായമോ വല്ലാത്ത പാതകമോ ആയിരുന്നെങ്കിൽ ഞാൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കുമായിരുന്നു. കേൾക്കണമേ, നമ്മെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ കൊണ്ടുവന്ന് നിർത്തി നമ്മെ തകർക്കുവാനാണ് ശത്രു നോക്കുന്നെങ്കിൽ ആ വിഷയത്തെ ദൈവം തൊടുമെന്നാണ് മനസ്സിലാകുന്നത്. വായിച്ചടുത്ത വചനത്തെയും നാമങ്ങളെയും നിങ്ങളുടെ ന്യായപ്രമാണത്തെയും സംബന്ധിച്ചുള്ള തർക്കസംഗതികളെങ്കിലോ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ. ഈ വകയ്ക്ക് ന്യായാധിപതിയാകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. അവരെ ന്യായാസനത്തിങ്കൽ നിന്നു പുറത്താക്കി. എല്ലാവരും പള്ളിപ്രമാണിയായ സോസ്തനേസിനെ പിടിച്ചു ന്യായാസനത്തിന്റെ മുമ്പിൽ വെച്ച് അടിച്ചു. ഇത് ഒന്നും ഗല്ലിയോൻ കൂട്ടാക്കിയില്ല. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ആരെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്? ഇത്രയും വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ വചനത്തെയോ നാമങ്ങളെയോ നിങ്ങളുടെ ന്യായപ്രമാണത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങളെങ്കിലോ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ. ഈ വകയ്ക്ക് ന്യായാധിപതി ആകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. നമുക്ക് കർത്താവ് നമുക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ ആമേൻ, നമ്മുടെ ശത്രുക്കൾക്ക് അനുകൂലമായി നിൽക്കുന്ന പല വിഷയങ്ങളും ദൈവിക വിഷയത്തിന് മുമ്പിൽ വരുമ്പോൾ അവർക്ക് പ്രതികൂലമാക്കി ദൈവം തീർക്കും. ആമേൻ. ഗല്ലിയോൻ അവിടെ സ്തോത്രം ന്യായ വിസ്താരത്തിലേക്ക് വരുന്ന സമയത്തെ അവിടെ യഹൂദന്മാരിൽ പല പ്രമുഖരും പ്രധാനികളൊക്കെ അവിടെ കണ്ടുനിരിക്കാം. പക്ഷെ ആത്മീക വിഷയമാണെന്ന് കണ്ടു കഴിയുമ്പോൾ ദൈവം ചിലതിന്റെ ഹൃദയത്തെ തൊടുമെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? നീ പ്രാർത്ഥിക്കുന്നവനാണോ, നീ ആരാധിക്കുന്നവനാണോ, ദൈവ വചനത്തിന് വേണ്ടി നിൽക്കുന്നവനാണോ, നിന്റെ ഐഡന്റിറ്റി ദൈവനാമത്തിന് വേണ്ടിയാണെങ്കിൽ നിന്റെ വിഷയത്തെ തൊടുമ്പോൾ സ്വർഗം നിനക്ക് ന്യായം വിധിക്കുന്നവന്റെ ഹൃദയത്തോട് ഇടപെടുന്ന ദൈവമാണെന്ന് ഇവിടെ തിരുവെഴുതി പറഞ്ഞിരിക്കുകയാണ്. ആമേൻ. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അവിടെ പറയുന്നു സ്തോത്രം, അവിടെ പറയുന്നു സ്തോത്രം, അവരെ നിന്ന് പുറത്താക്കി. അടുത്ത് കേൾക്കണം, അവിടുന്ന് പുറത്താക്കി. ഇവരെ എല്ലാം കൂടെ അവിടുന്ന് പുറത്താക്കി. ഈ വിഷയത്തിന് എനിക്ക് ജഡ്ജ്മെന്റ് ഇല്ല, പറയാനില്ല. അങ്ങനെ ദൈവം ചിലരുടെ ഹൃദയത്തെ തൊടും. അടുത്തത് ശ്രദ്ധിക്കണം, പുറത്താക്കി. അടുത്തത് എല്ലാവരും പള്ളിപ്രമാണിയായ സോസ്തനേസിനെ പിടിച്ചു ന്യായാസനത്തിന്റെ മുമ്പിൽ വെച്ച് അടിച്ചു. എന്തിനാ അത് ചെയ്തേ? നിന്റെ കയ്യേറ്റം ചെയ്യില്ലെന്നാ ദൈവത്തിന്റെ വാഗ്ദത്തം. പൗലോസിന്റെ മേൽ കയ്യേറ്റം വരത്തില്ലെന്നേ ഉള്ളൂ. അവിടെ കയ്യേറ്റം വരേണ്ട വേറെ കുറെ എണ്ണത്തെ ദൈവം ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ നേർക്ക് വരേണ്ട പോരാട്ടം, നിന്നെ മുടിക്കുമെന്ന് ആഗ്രഹിച്ച് അവർ പദ്ധതികൾ ഒരുക്കുമ്പോൾ ആ പദ്ധതികൾ മാറിപ്പോകുക മാത്രമല്ല, നിന്റെ മേൽ എന്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നു അത് മറ്റു ചിലതിന്റെ മേൽ വിടുമെന്ന് അപ്പോസ്തല പ്രവർത്തിക്കത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വിശ്വസിക്കേണ്ട വചനങ്ങൾ തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതിന് പകരം ദൈവം വേറെ ചിലരെ എഴുന്നേൽപ്പിക്കുകയാണ്. നമ്മളെ കണ്ണു തുറന്ന് നോക്കണം. അവിടെ എന്താ വായിച്ചു വെച്ചിരിക്കുന്നത്? അവിടെ വായിക്കുന്നത് എല്ലാവരും പള്ളിപ്പുറ സോസ്തനേസിനെ പിടിച്ച് ന്യായാസനത്തിന്റെ മുൻപിൽ വെച്ച് അടിച്ചു. കണ്ടോ? ഈ അടി കൊടുക്കുമ്പോഴേ ഇത് ആരോടുള്ള പ്രതിഷേധമാ? പൗലോസിനെ വിചാരിച്ച് തല്ലുന്നെങ്കിലും കൊള്ളുന്ന ആർക്കാ? ഗല്ലിയോനാണ്. ഞാൻ ചിന്തിച്ചു, എന്റെ ഉള്ളത്തിൽ വളരെ ചിന്തിച്ചു പോയൊരു കാര്യമാണ്. ഇത് തല്ലുന്നത് പൗലോസിനെ വിചാരിച്ച തല്ലുന്നത്. പക്ഷെ അവിടെ ലൂക്കോസ് എഴുതി വെച്ചിരിക്കുന്ന ഭാഗമുണ്ടോ? ഇതൊന്നും ഗല്ലിയോൻ കൂട്ടാക്കിയില്ലെന്ന്. അപ്പോ ഗല്ലിയോൻ എന്താ മനസ്സിലാക്കിയത്? ദേശാധിപതി എന്താ മനസ്സിലാക്കുന്നത്? ഇവര് തല്ലിയത് പൗലോസിനോടുള്ള അമർഷത്തിലാണെങ്കിലും ഗല്ലിയോന്റെ കണ്ണിൽ ഇത് ഗല്ലിയോനോടുള്ള അമർഷമായിട്ടാണ് ദൈവം കാണിച്ചത്. കണ്ടോ ദൈവത്തിന്റെ പ്രവൃത്തി? അതുകൊണ്ട് ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നവന് നേരെ ഉയർത്തുന്ന കരങ്ങളൊക്കെ ആരുടെ മുഖത്ത് അടിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ഒരു അഭിഷിക്തന് നേരെ എഴുന്നേൽക്കുന്ന കരങ്ങൾ ഏത് വ്യക്തിക്ക് നേരെ തീർക്കണമെന്നുള്ളത് ദൈവം മുന്നമേ തീരുമാനിച്ചിട്ടുണ്ട്. പൗലോസിനെ ദൈവം ഗുപ്തമായി സൂക്ഷിക്കും. നിന്റെ രോഗത്തിന് ശമനം വരുത്തുന്ന ഗല്ലിയോനെ പോലുള്ളവനെ ദൈവം എഴുന്നേൽപ്പിക്കും. നിന്റെ കൂട്ടത്തിലുള്ളവരെ തന്നെ പിടിച്ചുവിട്ട് അടിക്കുന്ന രംഗത്തിലേക്ക് യഹൂദന്മാരുടെ രംഗങ്ങൾ മാറുവാൻ ദൈവം ഇടയാക്കും. കരങ്ങൾ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പൊ ലൂക്കോസ് എഴുതിയ ചരിത്രം ശ്രദ്ധിക്കണം. അത് ഗല്ലിയോൻ അതൊന്നും കണക്കാക്കിയില്ലെന്ന്.
അപ്പൊ ഓരോ അടി കൊടുക്കുമ്പോഴും ഗല്യാണ്, നീയേ ഞങ്ങളുടെ കൂടെ നിന്നിരുന്നെങ്കിലേ ഇതുപോലെ നിന്നില്ലെങ്കിൽ ഇതുപോലെ നല്ല പെട കിട്ടും എന്നുള്ള രീതി ഭീഷണിയാ. മനസ്സിലാക്കണം, നിന്റെ വൈരികൾ നിന്റെ നേർക്ക് പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തിക്കും അവൻ ആഗ്രഹിക്കാത്ത അർത്ഥം കൊടുക്കുന്ന ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് നേരെ വെല്ലുവിളികൾ എഴുന്നേൽപ്പിക്കുമ്പോൾ ദൈവം അറിയുന്നുണ്ട് ശത്രുവിനെ ആരുടെ നേർക്ക് തിരിക്കണമെന്ന് ദൈവം നല്ലവണ്ണം അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ആ ഭാഗം വായിച്ചു നിർത്താം. എല്ലാവരും പള്ളിപ്രമാണിയായ സോസ്തെനേസിനെ പിടിച്ച് ന്യായാസനത്തിന്റെ മുൻപിൽ വെച്ച് അടിച്ചു. ഇതൊന്നും ഗല്ലിയോൻ കൂട്ടാക്കിയില്ല. പൗലോസ് പിന്നെയും കുറെ നാൾ പാർത്ത ശേഷം കണ്ടോ, ഇതൊന്നും പിന്നെ പേടിയുണ്ടോ? അതാണ് ദൈവത്തിന്റെ കർത്താവിന്റെ ദർശനം കണ്ടവനെ ദൈവം അവിടെ നിർത്തും. കണ്ടോ, ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായി. പൗലോസ് അവിടെ ഓടിയോ? ഇല്ല. നിർത്തിയോ പ്രസംഗം? ഇല്ല. സുവിശേഷവേല നിർത്തിയോ? ഇല്ല. അതാണ് ദർശനത്തിന്റെ പ്രത്യേകത. ദർശനമില്ലാത്തവന്റെ ഒരു ചൂരോടി കാണിച്ചവൻ ഓടും. കാരണം തന്നെ അവനെ ദൈവം വിളിച്ചിട്ടില്ല. പൗലോസിന്റെ പ്രത്യേകത തന്നെയാണ്, ആര് വന്നാലും വിഷയമില്ല. അവന്റെ വേദന കരുത്ത സകല ഭാരങ്ങളും മുറുകെ പറ്റുന്ന ഭാവവും കർത്താവിന്റെ സന്നിധി വെക്കുക. നമ്മൾ വായിച്ചത് സകല ചിന്താകുലവും ആരുടെ മേൽ വെച്ചു? കർത്താവിന്റെ മേൽ. പത്രോസ് അങ്ങനെ പറഞ്ഞു, നിന്റെ സകല ചിന്താകുലം എവിടെ വെക്കണം? ക്രിസ്തുവിന്റെ മേൽ വെക്കണം. അങ്ങനെ വെച്ചാൽ നീ ദൈവസന്നിധിയിൽ കീഴടങ്ങുകയാണ്. നീ കീഴടങ്ങിയോ നിന്റെ ഏത് പ്രതിസന്ധിക്ക് ദൈവം മറുപടി നൽകും. ആമേൻ, ആമേൻ. അപ്പൊ ആ വാക്യം ഒന്ന് വായിച്ചു നിർത്താം. വായിച്ചോ. പൗലോസ് പിന്നെയും കുറെ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്കൊരു നേർച്ചയുണ്ടായിരുന്നതിനാൽ കെങ്ക്രയിൽ വെച്ച് തല ക്ഷൗരം ചെയ്യിച്ചിട്ട് പ്രിസ്കില്ലയോടും അക്വിലാവിനോടും കൂടെ കപ്പൽ കയറി സിറിയയിലേക്ക് പുറപ്പെട്ടു. അല്ലെ? അടുത്ത് നമ്മൾ വായിക്കേണ്ട അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ അകത്ത് നമുക്ക് വളരെ സുപരിതമായ ഒരു ഭാഗമാണ്. പക്ഷെ അത് ഞാൻ ഈ കൂടുതൽ പറയുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ആലോചന നൽകുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ദൈവം തന്നെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും. തീർച്ചയായിട്ടും പ്രവർത്തിക്കും. ആമേൻ, ഹല്ലേലൂയ. 12-ാം അധ്യായം ഹേരോദാവിന്റെ ചരിത്രത്തിലേക്ക് വരികയാണ്. ഹേരോദാവിന്റെ ചരിത്രം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ അക്കാലത്ത് ഹേരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. ഒന്ന് വായിക്കാൻ പറ്റുമോ? 12-ാം അധ്യായം 1-ാം വാക്യം വേഗം വായിക്കണം. സ്തോത്രം. ആ കാലത്ത് ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അടുത്തത്, യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അടുത്തത്, അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി അവനെ കാക്കുവാൻ 4 ചേവകർ ഉള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം, 4 പേരുള്ള സ്തോത്രം ഒരു ബെറ്റ അല്ല 4 പേര് വരുന്ന ഒരു ഗ്യാങ്ങിന്റെ കയ്യിലേക്ക്, ഈ പട്ടാളക്കാരുടെ കയ്യിലേക്ക് പത്രോസിനെ ഏൽപ്പിച്ചു. പത്രോസിന് കാവല് നിൽക്കുകയാണ്. എന്നാൽ സ്തോത്രം എന്ത് കഴിഞ്ഞിട്ട് അവിടെ സ്തോത്രം യഹൂദന്മാർ അപ്പത്തിന്റെ പെരുന്നാൾ ആയിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് അപ്പൊ പെസഹായിക്ക് മുമ്പ് പത്രോസിനെ പിടിച്ചു വെച്ചു. പെസഹായിക്ക് മുമ്പ് ഇവിടെ യാക്കോബിനെ കൊന്നു ഓർക്കണം. യാക്കോബിനെ കൊന്നതിപ്പോ ആർക്ക് പ്രസാദമായി? യഹൂദന്മാർക്ക് പ്രസാദമായി. ശ്രദ്ധിക്കണേ, ദൈവനാമത്തെ ധരിച്ചിരിക്കുന്നവന്റെ ജീവന് നേരെ വെല്ലുവിളിക്കുന്നവൻ പലപ്പോഴും അവരുടെ വീഴ്ചയോർത്ത് സന്തോഷിക്കുന്നത് കണ്ട് വീണ്ടും അതിന്റെ പിന്നിലിരിക്കുന്ന ഹേരോദാവിന് വരുന്ന ന്യായവിധി നമുക്കൊന്ന് കാണാം. ആമേൻ. നമുക്ക് വളരെ സുപരിചിതമാണ്. എന്നാൽ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം, സ്തോത്രം, പത്രോസിനെ കൊണ്ടുവന്നു. അതിൽ 7-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായ അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അപ്പോൾ കാരാഗൃഹത്തിൽ നിന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. കണ്ടോ, അപ്പോൾ ദൈവസന്നിധിയിൽ ദർശനം കാണുന്നത് പോലെ പത്രോസായി തീർന്നു. ഈ ദർശനത്തിങ്കൽ അവൻ റൂമിൽ അവന്റെ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് പുതപ്പ് പുതച്ച് എവിടെ വരികയാണ്? പുറത്തു വരികയാണ്.
താൻ പുറത്തു വന്ന ശേഷം ദൂതന്റെ പിന്നാലെ യാത്ര ചെയ്ത് പുറത്തിറങ്ങണം. എന്തിനാണ് ഇറങ്ങുന്നത്? താൻ ഇത് ദർശനം കാണുന്നതായിട്ടാണ് തന്റെ ഉള്ളിൽ തനിക്ക് മനസ്സിലാകുന്നെങ്കിൽ ദർശനമല്ല, ഇത് യഥാർത്ഥമായി സംഭവിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. വായിച്ചേ. അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കൽ എത്തി. അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്ന്. ഇവിടെ ശ്രദ്ധിക്കേണ്ട, ദർശനം കണ്ടാൽ അതിന്റെ പിന്നിൽ അത്ഭുതങ്ങൾ നടക്കും. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ദർശനത്താലാണോ, നീ ദൈവശബ്ദത്താലാണോ വിളിക്കപ്പെട്ടത്, അതിന്റെ പിന്നിൽ അത്ഭുതങ്ങൾ നടക്കും. മനസ്സിലാക്കണം. അത്ഭുതം ചെയ്യാൻ പ്രത്യേകിച്ച് ഒരിടത്തും പോകണ്ട. നീ ദർശനമുള്ളവനാണ്, നിന്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ എല്ലാ അത്ഭുതങ്ങൾ തന്നെയായിരിക്കും. നീ പ്രതീക്ഷിക്കാത്തത് ദൈവം ചെയ്തെടുക്കും. ആമേൻ, ആമേൻ. അതിനൊരു ഉപവാസം ഇരിക്കണ്ട. നിനക്ക് ദർശനമുണ്ടോ, നീ ദൈവപ്രവൃത്തി കണ്ടിരിക്കും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണത്. ആമേൻ. വായിച്ചേ. അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കൽ എത്തി. അതവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്ന്. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു ഹേരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു. അപ്പോ ശ്രദ്ധിക്കണം, പത്രോസ് ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഹേരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദന്മാരുടെ സകല പ്രതീക്ഷ, ഇവരുടെ പ്രതീക്ഷ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നവരെ മുടിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. എപ്പോഴും ഉള്ള പ്രത്യേകത അതാണ്. ഞാനൊരു സമുദായത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ്. എന്റെ പിന്നിൽ എന്റെ ജീവിതം തകർന്നു കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു പൗരോഹിത്യ പശ്ചാത്തലം ഉണ്ട്. ആമേൻ. ഈ സത്യം പ്രസംഗിക്കുന്നതും അവന്റെ നാമത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യുമ്പോൾ പുറമേ ചിരിച്ചു കാണിക്കുമ്പോൾ ഉള്ളിൽ പ്രാകുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? ആമേൻ. ഹല്ലേലൂയ. മനസ്സിലാക്കണം, അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? കർത്താവിന്റെ നാമം ധരിച്ചത് കൊണ്ടാണ്, ഗുപ്തമായിരിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലാക്കണം, നീ എത്ര വെല്ലുവിളി ശത്രു എഴുന്നേൽപ്പിച്ചാലും നീ ദൈവകരത്തിലുള്ളതാണോ, നിന്നെ വിടുവിക്കുവാൻ കർത്താവ് ഇറങ്ങി വരിക തന്നെ ചെയ്യും. ആമേൻ. അവരുടെ സകല പ്രതീക്ഷകളിൽ നിന്നുമാണ് ദൈവം ഹല്ലേലൂയ വിടുവിക്കുന്നത്. വായിച്ചേ. എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പടിപ്പുര വാതിൽക്കൽ മുട്ടിയപ്പോൾ രോദ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾക്കുവാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽക്കൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലാക്കണം, ഇവിടെ ദൈവത്തിന്റെ ദർശനത്തിൽ നിൽക്കുന്ന വ്യക്തിയും എന്നാൽ ആ ദർശനം കാണാതെ വിശ്വാസത്തിൽ വന്നവരും അവിടെ ഉണ്ട്. ദർശനം പ്രാപിച്ചവന്റെ അവസാന സമയം ഹേരോദാവ് പ്ലാൻ ചെയ്യുന്ന പോലെ, യഹൂദന്മാർ പ്ലാൻ ചെയ്ത പോലെയോ അല്ല രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ച സഭയുടെ വിഷയം പോലും ഒന്നുമല്ല. ദർശനമുള്ളവന്റെ ജീവിതത്തിൽ ദൈവം നേരിട്ടിടപെടുന്ന രംഗമാണ് കാണുന്നത്. വിളിക്കപ്പെട്ടവന്റെ ജീവിതത്തിൽ ദൈവം നേരിട്ടിടപെടും. ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇത്. പുതിയ നിയമസഭയുടെ വിഷയം തന്നെയാണിത്. ദൈവം ഒരു ദർശനം ഒരു വ്യക്തിക്ക് കൊടുത്ത ഒരു അപ്പോസ്തലനാണെങ്കിൽ തീർച്ചയായും ആ വ്യക്തിയുടെ വിഷയത്തിൽ ദൈവം നേരിട്ടിടപെടും. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, നേരിട്ടിടപെടും. അവിടെ പലരും ഉണ്ട്, പ്രാർത്ഥിക്കുന്നവർ കാണും, യോഗം കൂടുന്നവർ കാണും. പക്ഷെ ദർശനമുള്ളവന്റെ കാര്യത്തിൽ ദൈവം വ്യക്തിപരമായി ഒരു പേഴ്സണൽ ഇന്റർഫിയറിംഗ് ഉണ്ട് വ്യക്തിയുടെ വിഷയത്തിലാ. അതുകൊണ്ട് ആ വലിയ ഐക്യത അല്ല, ആ വലിയ സമാധാനമാണ് നമ്മൾ ഇന്ന് കാണുകയും അറിയുകയും ചെയ്യേണ്ടത്. പൗലോസിന്റെ വിഷയത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. എന്താ പറയുക, നീ ഭയപ്പെടണ്ട. എന്തുകൊണ്ടത് പറയുന്നത്? നാം ഭയപ്പെടുന്ന വിഷയത്തെ കുറിച്ച് ദൈവത്തിന് നല്ല അറിവുണ്ട്. നാം ഭാരപ്പെടുന്ന വിഷയത്തിൽ ദൈവത്തിന് നല്ല അറിവുണ്ട്. ആ അറിവുള്ള വിഷയത്തിൽ തന്നെയാണ് ദൈവം ഇടപെടുന്നത്. എന്നാൽ നമ്മൾ അവിടെ ചിന്തിക്കുക, രോദ എന്ന പെൺകുട്ടി ആർത്തി എന്ന് പറഞ്ഞു. അവരാരും വിശ്വസിച്ചില്ല. കാര്യം എന്നാണെന്നറിയാവോ? അവർക്ക് ഹേരോദാവിനെ പോലെയും കൂടെ ഇരിക്കുന്ന യഹൂദന്മാരെ പോലെയൊക്കെ മാത്രമേ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. അതിനുപരി ചെയ്യുന്ന ഒരു ദൈവത്തെ കുറിച്ച് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ദർശനം കിട്ടിയെങ്കിലേ മതിയാകത്തുള്ളൂ. മനസ്സിലാക്കണം, വേലക്കായിട്ടുള്ള വിളി എന്ന് പറയുന്നത് വ്യത്യസ്തമാ. അവര് പോകുന്ന റൂട്ടും എൻ്റയർലി ഡിഫറന്റാ. കാരണം അവന്റെ ജീവന് നേരെയാണ് ഹേരോദാവ് എഴുന്നേൽക്കുകയുള്ളൂ, യഹൂദന്മാർ എഴുന്നേൽക്കുകയുള്ളൂ. അവൻ ജീവിക്കുന്നതാണ് അനേകർക്ക് ഇടർച്ച നിൽക്കുന്നത്. അവന്റെ വായിൽ നിന്ന് വരുന്ന സുവിശേഷം നിമിത്തം പലർക്കും ഭാരമുണ്ടാകുന്നത്. മനസ്സിലാക്കണം, നാം ആരെങ്കിലും സ്പർശിക്കുന്നുണ്ടോ നമ്മുടെ ശുശ്രൂഷ,
നമ്മുടെ ജീവിതം സ്തോത്രം ദൈവനാമത്തിന് വേണ്ടി നിൽക്കാത്തവരുടെ ജീവിതത്തിൽ ചലനം സൃഷ്ടിക്കുന്നുണ്ടോ? എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കത്തുള്ളൂ. ആമേൻ. തുടർന്ന് അതിന്റെ 2-3 വാക്യം വായിച്ചു തീർത്താൽ അവിടെ ഹേരോദാവിന് എന്ത് വരുന്നത് എന്നാൽ സ്തോത്രം അവിടെ സ്തോത്രം 18-ാം വാക്യം ഒരു വാക്യം. നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭ്രമം ഉണ്ടായി. ഇവിടെ ശ്രദ്ധിക്കണം, അവരുടെ നമ്മെ നാശത്തിനായിട്ട് കാവൽ സൂക്ഷിക്കുന്ന പല സിസ്റ്റംസും ഉണ്ട്. അവിടെയെല്ലാം സമാധാനം വരുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? നമ്മെ പീഡിപ്പിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന പലയിടത്തും സ്വസ്ഥതയും സമാധാനം വരുമെന്ന് നമ്മൾ വിചാരിക്കരുത്. കാര്യം കാവൽ നിൽക്കുന്നവന്റെ ഉദ്ദേശം ഹേരോദാവിനെ പ്രസാദിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. ഒരിക്കലും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകാൻ വേണ്ടി ഒരു രാഷ്ട്രീയ സംഘടനയെ ആഗ്രഹിക്കുന്നില്ലെന്ന് മനസ്സിലാക്കണം. ആമേൻ. അടുത്ത വാക്യം വായിച്ചേ. ഹേരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായികയാൽ കാവൽക്കാരെ വിസ്തരിച്ചു. കണ്ടോ, ഇപ്പോൾ ആരാ ചാകേണ്ടി വന്നത്? തലേ ദിവസം ചോദിക്കണം, പടയാളിയോട് ചോദിക്കണം, അതെ നാളെ ഈ പത്രോസിനെ നാളെ തീർക്കും. എങ്ങനെ തീർക്കും? യാക്കോബിനെ തീർത്ത പോലെ തീർത്തു എന്ന് പടയാളികൾ 4 പേരും പറയും, അല്ലേ? എന്നാൽ പിറ്റേ ദിവസം ഇവിടെ ആരാ തീർന്നത്? ശ്രദ്ധിക്കണം കേട്ടോ. തലേ ദിവസം വരെയും പ്രതികൂലമായിരിക്കുന്ന പല ജഡ്ജ്മെന്റും അവിടെ കണ്ടേക്കാം. പക്ഷേ ആ റൈറ്റ് ടൈമിൽ ദൈവത്തിന്റെ വാഗ്ദത്തവും ദൈവവേലയും തീർന്നിട്ടില്ലെങ്കിൽ നിന്നെ അവിടെ കാണുകയില്ല. ആ കാരാഗ്രഹത്തിൽ വിളിക്കപ്പെട്ടവൻ കാണത്തില്ലെന്നാ പറഞ്ഞേ. അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന കാരാഗ്രഹങ്ങൾ ശുശ്രൂഷയ്ക്ക് നേരെ, ദൈവിക പദ്ധതിക്ക് നേരെ ഉയർന്നിരിക്കുന്ന ഒരു കാരാഗ്രഹങ്ങളും നിലനിൽക്കുകയില്ല. കാരണം വിളിച്ച ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. പടയാളികൾ പറയും നാളെ എന്ത് തീരും? സ്തോത്രം. ഹേരോദനോട് ചോദിച്ചാൽ പറയും ആവരുത് തീരും. നമുക്ക് രോധയുടെ ആ കൂട്ടുകെട്ടിലുള്ള എല്ലാ പ്രാർത്ഥനക്കാരോടും ചോദിക്കാം, നാളെ എങ്ങനെയാ? നാളെ വൈകിട്ടത്തോടു കൂടി ബോഡി കിട്ടുമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ പത്രോസിനോട് ചോദിച്ചാലും പറയും അറിയത്തില്ല. പത്രോസിന്റെ കാര്യമാണല്ലോ. പത്രോസിനോട് ചോദിക്കാം, പത്രോസ് എങ്ങനെയാ നാളത്തെ കാര്യം? എനിക്കറിയത്തില്ല, ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാ. ദൈവപ്രവർത്തി നാളെ വെളിപ്പെടും. സ്വർഗത്തിലെ ദൈവത്തോട് കർത്താവേ എങ്ങനെയാ കാര്യങ്ങള്? നാളെ എപ്പോഴായിരിക്കും ഇവന്റെ കാര്യം തീരുന്നത്? അവന്റെ കാര്യം എപ്പോഴൊന്നും തീരൂല. എന്റെ ദൂതൻ രാത്രിയിൽ അവിടെ ഇറങ്ങും, അവൻ പുറത്തു വരും. നാളെ ഇന്നടത്ത് എന്റെ നാമം അവൻ പ്രസംഗിക്കും. നാളെ അവന് പേര് 4 പേര് ചാവും. അതാണ് സ്വർഗം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം, അവന് പകരം 4 പേര് നാളെ തീരും. അവന് പകരം 4 പേര് അവിടെ തീരും. ഇത് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണെങ്കിൽ നമ്മളത് തിരിച്ചറിയണ്ടേ ദൈവത്തിന്റെ പ്രവൃത്തി എന്താന്ന്. അപ്പോൾ ശ്രദ്ധിക്കണം, സ്തോത്രം. പലരും പല അഭിപ്രായം പറഞ്ഞാലും അഭിഷിക്തന്റെ വിഷയത്തിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് ലോകത്തിന്റെ പദ്ധതിയല്ല. എന്നാൽ അടുത്ത് ശ്രദ്ധിക്കണം, എന്താണ് അവിടെ വായിക്കുന്നത്? സ്തോത്രം. ഭാഗം വായിച്ചേ. അടുത്ത അവരെ അന്വേഷിച്ചിട്ട് കാണാൻ കാവൽക്കാരെ വിസ്തരിച്ചു, അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ യഹൂദ്യ വിട്ട് കൈസരിയിലേക്ക് പോയി അവിടെ പാർത്തു. അവൻ സോദ്യരുടെയും സീദോന്യരുടെയും നേരെ ക്രുദ്ധിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ ദേശത്ത് നിന്ന് തങ്ങളുടെ ദേശത്തിന് ആഹാരം കിട്ടിവരികയാൽ അവർ ഏകമനസ്സോടെ അവന്റെ അടുക്കൽ ചെന്നു. രാജാവിന്റെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. 21-ാം വാക്യം. നിശ്ചയിച്ച ദിവസത്തിൽ. അടുത്തത് ഹേരോദാവ് രാജവസ്ത്രം ധരിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം, നിശ്ചയിച്ച ദിവസത്തിൽ ഹേരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിലിരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം, ഇനി ഈ എല്ലാത്തിനും കാരണക്കാരൻ അങ്ങ് വെറുതെ പോവോ? ഈ 4 പേരെ ഈ പടയാളികൾ തീർന്നത് പോലെ കാര്യങ്ങൾ അവസാനിക്കുന്നുണ്ടോ? അവസാനിക്കുന്നില്ല. ദൈവത്തിന്റെ കോപം ശമിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരനെ തന്നെ നീക്കിയേ ദൈവം തന്റെ കോപത്തെ ശമിപ്പിക്കുന്നുള്ളൂ. ആമേൻ. അത് തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മളെല്ലാം വിശ്വസിക്കുന്ന പത്രോസ് രക്ഷപ്പെട്ടില്ല, അത്രയും പോരെ, നമുക്ക് മതി. പക്ഷെ ദൈവത്തിന് പോരാ. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ സ്വഭാവം ശ്രദ്ധിക്കണം. നാം ചിന്തിക്കുന്നുണ്ടോ? എല്ലാവരും പ്രാർത്ഥിച്ചു, പത്രോസ് പുറത്തു വന്ന് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഇതുകൊണ്ട് നിന്നിട്ടില്ല. ചരിത്രം ലൂക്കോസ് എഴുതുമ്പോൾ അവിടം കൊണ്ട് പറ്റില്ല. കാവൽ നിന്നവൻ എന്നാ പറ്റി?
യാക്കോബിന് വന്നവൻ എന്നാ പറ്റി, അവൻ എങ്ങനെ ചത്തു എന്നുള്ളത് എഴുതേണ്ടത് സ്വർഗരാജ്യത്തിന്റെ പദ്ധതിയാണ്. മനസ്സിലാക്കണം, അവർ രാജ്യമാകാതെ വണ്ണം മുടിക്കണമെന്ന് പ്ലാൻ ചെയ്തവനെ എങ്ങനെ മുടിക്കണമെന്ന് സ്വർഗത്തിനറിയാം. മനസ്സിലാകുന്നുണ്ടോ? ആ ദൈവത്തിനറിയാം പദ്ധതി എന്നാന്നുള്ളത്. ആമേൻ, ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത്, നിശ്ചയിച്ച ദിവസത്തിൽ ഹേരോദാവ് രാജവസ്ത്രം ധരിച്ച് ഇതും ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. അടുത്ത വാക്യം, ഇത് മനുഷ്യന്റെ ശബ്ദമല്ല ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കണം, മഹത്വം ദൈവത്തിന് കൊടുക്കാത്ത നിലവാരത്തിലേക്ക് ഇവനെ വിളയാൻ വിടും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. കാര്യം എന്നാണെന്നറിയാവോ, ഇവൻ ഇവനോട് ചോദിച്ചാൽ, ഹേരോദാവിനോട് ചോദിച്ചാൽ ഇവൻ പറയും, ഓ പത്രോസ് ചാടിപ്പോണെ പോട്ടെന്നേ, യാക്കോബിനെ കൊന്നില്ലേ. മനസ്സിലാവുന്നില്ല? ഇപ്പോൾ ഇത്രയും യഹൂദന്മാരെ എന്റെ കീശയിലായിരിക്കുന്നത്. എന്റെ വാക്കുകൾ ഇനി എന്നാ വേണേലും ചെയ്യും. നാളെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നാളെ അവർ ചെയ്യും. ഈ നിലവാരത്തിലേക്ക് വൈരികളെ വർദ്ധിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്നത് ദൈവം തന്നെയാണ്. മനസ്സിലാക്കണം, പ്രാർത്ഥിക്കുന്നവന് എതിരായി എഴുന്നേൽക്കുന്ന പ്രതിസന്ധി ശക്തമായി വളരും, ഉയരും. എത്രത്തോളം ഉയരും? ദൂതൻ അവനെ അടിക്കത്തക്കവണ്ണം അവൻ ഉയരും. ഹല്ലേലൂയ. എന്താണ് ആ ഭാഗം വായിക്കുന്നത്? വായിച്ചേ. മനുഷ്യന്റെ ശബ്ദമല്ല, ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രേ. അപ്പൊ ഒരു ദേവന്റെ ശബ്ദം അത്രേ എന്ന് ജനം ആർത്തു. മനസ്സിലാക്കണം, ജനത്തെ മനസ്സിലാക്കണം. ദൈവത്തിന്റെ പ്രവൃത്തി ശ്രദ്ധിച്ചേ. ഈ ജനത്തിന്റെ ആഗ്രഹമാണ് യാക്കോബിനെ കൊന്നപ്പോൾ ഇവർ സന്തോഷിച്ചത്. അങ്ങനെയാണ് അവർ ഇനി ആർക്കാൻ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ ഹേരോദാവിന്റെ വാക്കുകൾ നിമിത്തം നീ ആർക്കുകയും അവിടെ വെച്ച് അവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ആ ദൈവം അവരെ തീർക്കുന്നു എന്ന് നീ ശ്രദ്ധിക്കണം. ഹേരോദാവിനെ തീർക്കുന്നത് ഇരുട്ടത്തിലിരുന്നല്ല, ഹേരോദാവിനെ തീർക്കുന്നത് പരസ്യമായിട്ടായിരിക്കും. കാര്യം, ഒരു അഭിഷിക്തന്റെ രക്തത്തെ ചൊരിച്ചവന്റെ മരണം നിസാരമാകരുതെന്ന് സ്വർഗീയ കോടതി തീരുമാനിക്കും. ആമേൻ. വായിച്ച വാക്യം, അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. കണ്ടോ, കൃമിക്കിരയായി പ്രാണനെ വിട്ടു. സാധാരണ പ്രാണനെ വിട്ടതിന് ശേഷം കൃമിക്കിരയാകുന്നത്. ഇവിടെ നേരെ റിവേഴ്സ് സംഭവിക്കുകയാണ്. എന്താ? ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്ത് സംഭവിച്ചു? ആദ്യം കൃമിക്കിരയായി, എന്നിട്ട് പ്രാണനെ വിട്ടു. എന്ന് പറഞ്ഞാൽ അവൻ പുഴുത്തു ചാകുക തന്നെ ചെയ്യും. മനസ്സിലാക്കണം, അഭിഷിക്തന്മാർക്ക് നേരെ ഉയർന്ന കരം ആരുടെയാണെങ്കിലും അവന്റെ ചാകൽ പുഴുത്തു തന്നെ ആയിരിക്കും. ഇവിടെ ദൈവവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം. സ്തോത്രം. നമ്മൾ കർത്താവിന്റെ കൈ കീഴിൽ അമർന്നിരിക്കണം. ലൂക്കോസ് ഇതൊന്നും എഴുതാതെ വിട്ടില്ല. ഹേരോദാവ് അങ്ങ് കാലം ചെയ്തു എന്നൊന്നും എഴുതുകയല്ല ലൂക്കോസ് ചെയ്ത. അവൻ കൃമിക്കിരണ ഇരയായി പ്രാണനെ വിട്ടു എന്ന് എഴുതിയെങ്കിൽ അവൻ എങ്ങനെ ചത്തു എന്ന് ദൈവസഭയെ അറിയാൻ ലൂക്കോസ് ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. തിരിച്ചറിയണം, അവൻ എങ്ങനെയാണ് തീരുന്നതും എങ്ങനെ തീരുമെന്നുള്ളതും സഭ അറിയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ലൂക്കോസിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ എഴുതി വെച്ചത്. ഇത് നമ്മൾ തിരിച്ചറിയണം. നാം പ്രതിസന്ധികളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, പോരുവിളികളുടെ നടുവിൽ, പോരാട്ടങ്ങളുടെ നടുവിലാണ് ആയിരിക്കുന്നതെങ്കിലും നിനക്ക് ദർശനം നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവകരം അവിടെ ചലിക്കുക തന്നെ ചെയ്യും. ഒരു ദുഷ്ടന്റെ പദ്ധതിയും അവിടെ ജയിക്കുകയില്ല, ഒരു വെല്ലുവിളികളും അവിടെ ജയിക്കുകയില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ അന്ത്യത്തോളം നടത്തുവാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച ആ കുറിവാക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. ഹല്ലേലൂയ. നമ്മൾ ആ ഭാഗത്തിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. പത്രോസിന്റെ ലേഖനം, 1-ാം ലേഖനം, അതിന്റെ 5-ാം അധ്യായം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ കണ്ടോ, പൗലോസിന്റെ കാര്യത്തിലും പത്രോസിന്റെ കാര്യത്തിലും ദൈവത്തിന് അറിയാം തക്ക സമയം ഏതാണെന്ന്. ആമേൻ. എന്നാൽ അവർ കടന്നുപോയ പ്രതിസന്ധികൾ ഒത്തിരിയുണ്ട്. അത് കടന്നു വരാതിരിക്കുന്നതല്ല, നീ പ്രതിസന്ധിയെ നേരിടുന്നത് തക്ക സമയത്തിന് മുമ്പായിട്ടാണ്. നീ വെല്ലുവിളികളുടെ നടുവിലൂടെ കടന്നു പോകുന്ന എന്തിനുകൊണ്ടാണെന്ന് അറിയാവോ? തുടർന്ന് തക്ക സമയം വരുന്നുണ്ട്. ആദ്യം പ്രതിസന്ധി, എന്നിട്ടാണ് തക്ക സമയം. ആദ്യം ജീവന നേരെ വെല്ലുവിളി, എന്നിട്ടാണ് തക്ക സമയം. മനസ്സിലാകുന്നുണ്ടോ? നിനക്ക് വിരോധമായിരിക്കുന്ന കൈയെടുത്ത് അത് ആദ്യം വരും, എന്നിട്ട് അതിന് ശേഷമാണ് തക്ക സമയം വരുന്നത്. നിനക്ക് പോകാത്ത നിലവാരത്തിൽ നിന്നെ കാരാഗ്രഹത്തിലാക്കും, അത് ആദ്യം. രണ്ടാമത് തക്ക സമയം വരും. മനസ്സിലാകുന്നുണ്ടോ? ആദ്യം ഹേരോദാവ് യാക്കോബിനെ കൊല്ലുമ്പോൾ യഹൂദന്മാരുടെ പ്രസാദം ആദ്യം വരും, എന്നിട്ട് തക്ക സമയം വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ആര് വിലയിട്ടോ അവരെ യഹൂദന്മാരുടെ മുമ്പിൽ വെച്ച് തന്നെ ദൈവം ദൂതനെ അയച്ച് അടിപ്പിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്.
ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാവോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാവോ? നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വിശ്വാസമുള്ളവർ വായിച്ച് അതിനെ അംഗീകരിക്കാൻ റെഡിയാക്കണം. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് എന്താണ് വാക്യം വായിക്കുന്നത്? അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴെ താണി. അപ്പൊ ബലമുള്ള കൈ എന്തൊക്കെ ചെയ്തു പറഞ്ഞേ? ഗല്ലിയോനെ അവിടെ കൊണ്ടുവന്നു അല്ലേ? യഹൂദന്മാരുടെ പ്ലാന് അവിടെ നടന്നില്ല. പിന്നെ എന്ത് സംഭവിച്ചു? സ്തോത്രം. എന്ത് സംഭവിച്ചു? അവിടെ പൗലോസിന് എതിരായിട്ട് പറഞ്ഞ വാക്കുകളെല്ലാം എതിർത്ത് ന്യായാധിപ സംഘത്തിൽ നിന്ന് സകലരും പുറത്താക്കി. അതാണ് ബലമുള്ള ഭുജം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ. പൗലോസ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സംസാരിക്കാൻ വിട്ടില്ല, അവരേറ്റെടുത്തു. ഒടുവിൽ എന്ത് സംഭവിച്ചു? ആരെ തല്ലണമെന്ന് അവൻ പ്ലാൻ ചെയ്ത് നടക്കാതെ ഗല്ലിയോനോടുള്ള നിലവാരത്തിലേക്ക് അടി മറ്റൊരുവന്റെ മുഖത്തേക്ക് മാറുവാനിടയായിട്ട്. ശ്രദ്ധിക്കണം, ഇതൊക്കെ ദൈവത്തിന്റെ കരത്തിന് കീഴിൽ താണിരിക്കുമ്പോൾ സംഭവിക്കുന്ന അതിശയങ്ങളാണ്. നമ്മൾ ദൈവകാര്യത്തിൽ നമ്മൾ സമർപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീരണം. ആമേൻ. ആ ഭാഗം വായിക്കുന്നത് സ്വന്തം. അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ അവൻ നിങ്ങൾക്കായി നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. കണ്ടോ, സകല ചിന്താകുലം. പൗലോസ് തന്റെ തനിക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് തനിക്ക് ചിന്താകുലത്തിലേക്ക് വന്നു. ഭാരപ്പെട്ടു. താൻ ഭാരപ്പെട്ടതാണ്. തനിക്ക് ഉപദ്രവം ഏൽക്കേണ്ടി വരുമോ? പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്ന് പിറ്റേ ദിവസം തന്റെ ജീവൻ നഷ്ടപ്പെടുമോ? ഇതൊക്കെ പല ചിന്താകുലമാണ്. ഇവരെല്ലാം ജയിച്ചത് എവിടെയെന്നറിയാവോ? തന്റെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അവർ ദർശനങ്ങളെ കണ്ടു. ഈ രണ്ടുപേരും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ദർശനങ്ങളെ കണ്ടു. ആ ദർശനങ്ങളിലാണ് അവരെ ദൈവം അടുത്ത പ്രോഗ്രാമിലേക്ക് ദൈവം കൊണ്ടുപോകാൻ ഇടയായി തീർന്നത്. മനസ്സിലാക്കണം, പ്രതിസന്ധി ഇല്ലാത്തതല്ല ക്രിസ്ത്യ ജീവിതം. വെല്ലുവിളികളും പ്രതിസന്ധിയിൽ എഴുന്നേൽക്കുന്നതാണ് ക്രിസ്ത്യ ജീവിതം. എന്നാൽ അതിന്റെ നടുവിൽ നിന്ന് ദൈവം തക്ക സമയത്ത്, അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. തക്ക സമയത്ത് നിങ്ങളെ കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അടുത്ത വാക്യം, നിർമ്മതരായിരിക്കുവിൻ. ആമേൻ. ശ്രദ്ധിക്കണം, കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അവൻ നിർമ്മതനായിരുന്നു. ശ്രദ്ധിക്കണം. അടുത്തത്, ഉണരണം അല്ലെ? ഉണർന്നു കൊള്ളണം. ആമേൻ. അപ്പോൾ മനസ്സിലാക്കണം, എപ്പോഴും ഉണർവിന്റെ അനുഭവത്തിൽ മുന്നേറുന്നെങ്കിൽ ദൈവം അതിശയങ്ങളെ ചെയ്യുവാൻ ഇടയായി തീരും. നിനക്ക് പ്രതികൂലമായി എഴുന്നേൽക്കുന്ന വെല്ലുവിളികളെ സ്വർഗം നീക്കിക്കളയുവാൻ ഇടയായി തീരും. ആമേൻ. അവിടെ വായിക്കും, നിർമ്മതരായിരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ശ്രദ്ധിക്കണം, അവരെ യഹൂദന്മാര് സിംഹത്തിന്റെ രൂപത്തിൽ വരും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പുറത്തെ ഹേരോദാവ് സിംഹത്തിന്റെ രൂപത്തിൽ വരും. ജാതീയ ശക്തികൾ ഇസ്രായേലിനെതിരെ സിംഹത്തിന്റെ രൂപത്തിൽ വരും. പക്ഷെ അവയൊന്നും ജയിക്കുകയില്ല. കാരണം നീ ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുകയും നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യും. ഈ വചനങ്ങളെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാണ്. നമ്മൾ ദൈവസ്ഥലം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരത്തിലേക്ക് നമുക്ക് ആളെ സമർപ്പിച്ച് നമുക്ക് പകൽ നേരം നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ കേട്ട വചനങ്ങളെ വഹിച്ചുകൊണ്ട് ഡാഡി മമ്മി